ഹലോ ഹലോ വിവാൻ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ ഫൈസൽ സി എ, വിംബിൾ അക്കാദമിയുടെ ഡയറക്ടറാണ്. വളരെ സന്തോഷത്തോടെ നമ്മൾ വീണ്ടും വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് സംഘടിപ്പിക്കുന്ന മറ്റൊരു സൗജന്യ വെബിനാറിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് നാം ചർച്ചകൾ നടത്തിയും നോളജുകൾ ഷെയർ ചെയ്തും മനോഹരമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. വിംബിൾ അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും പുതിയ അംഗങ്ങളെ നമ്മളുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാനും അവർക്ക് പുതിയ കോഴ്സുകളും പുതിയ അവസരങ്ങളും സൃഷ്ടിച്ചു നൽകാനും സാധിക്കുന്നു. അത്തരത്തിലേക്ക് നമ്മൾ എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ദുബായിലായിരുന്നു ഉണ്ടായിരുന്നത്. UAE വിസിറ്റ് ചെയ്ത സമയത്ത് വിംബിൾ അക്കാദമിയുമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു UAE ദുബായ് ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു മീറ്റപ്പ് സംഘടിപ്പിക്കാൻ സാധിച്ചിരുന്നു. അത്തരത്തിൽ ഒരു കമ്മ്യൂണിറ്റി നമുക്ക് രൂപപ്പെടുത്താനും അതേപോലെ തന്നെ അവിടെയുള്ള സാധ്യതകളെയും സാഹചര്യങ്ങളെയും നമുക്ക് എങ്ങനെ മനോഹരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അവിടെയുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്കൂളുകൾ, അതേപോലെ തന്നെ അക്കാദമിക് കോർഡിനേറ്റർമാർ തുടങ്ങിയവരുമായിട്ട് മീറ്റിങ്ങുകൾ നടത്താനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് എങ്ങനെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പുതിയ അവസരങ്ങൾ നമുക്ക് എങ്ങനെ രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കുമെന്നുള്ള അന്വേഷണങ്ങൾ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും ഇത്തരത്തിൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള രാജ്യങ്ങളിലേക്ക് നമുക്ക് പോകണം. അതേപോലെ തന്നെ നാട്ടിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഒരു ഹോസ്പിറ്റലുമായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 3 ക്ലിനിക്കുകളുമായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ റെമഡിയൽ ടീച്ചേഴ്സിനെ ഓൾറെഡി നമ്മൾ അസൈൻ ചെയ്ത് അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വ്യത്യസ്തമായിട്ടുള്ള സ്കൂളുകളിലേക്ക് നമ്മൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എവിടെയൊക്കെ നമുക്ക് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുന്നു, അതോടൊപ്പം തന്നെ നമ്മളുമായിട്ട് സഹകരിക്കുന്ന നമ്മുടെ കോഴ്സുകൾ ചേർന്ന് നിൽക്കുന്ന ആളുകളെ അത്തരം അവസരങ്ങൾ നൽകാനും നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് വളരെ മനോഹരമായ കാര്യമാണ്. UAE ചെന്ന സമയത്ത് അവിടുന്ന് നിസാവ് സാറിനെ ഒക്കെ കാണാനും അതേപോലെ തന്നെ മറ്റു നമ്മുടെ ഒരുപാട് പാർട്ടിസിപ്പൻസിനെ മീറ്റ് ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കണക്ഷൻസ് നമ്മളെല്ലാവരും ഒരുമിച്ച് വളരണം എന്ന ഒരു മനോഹരമായ ചിന്തയും ഒരു അതിവിശാലമായ ഒരു മനസ്സും തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നിടത്തോളം കാലം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വളരാൻ സാധിക്കും. അത്തരത്തിൽ നമുക്ക് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ അതല്ലെങ്കിൽ നമ്മളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന്, മറ്റുള്ളവർക്കൊരു താങ്ങാവുന്നതിന്, മറ്റുള്ളവരെ ഒന്ന് ഉയർത്തുന്നതിന് വേണ്ടി നമുക്ക് എന്താണോ ഒരു ചെറിയ കല്ലെടുത്ത് മാറ്റാനാണോ നമുക്ക് സാധിക്കുന്നത്, അതെങ്കിലും നമുക്ക് നിർവഹിക്കാൻ സാധിച്ചാൽ അതൊരു വലിയ കാര്യമായിരിക്കും. അത്തരത്തിൽ നമ്മളുടെ ഈ ഒരു പ്ലാറ്റ്ഫോം മുന്നോട്ട് പോകുന്നതിലും അതുമായിട്ട് സഹകരിക്കുന്നതിലും ഒക്കെയുള്ള എല്ലാ സന്തോഷങ്ങളും ഇവിടെ അറിയിക്കാൻ ഈ ഒരു സമയം ഉപയോഗപ്പെടുത്തുകയാണ്. സാധാരണ നമ്മൾ നടത്തി വരുന്ന നിസാവ് സാറിന്റെ ഫ്രീ വെബിനാർ സെഷനാണ് ഇവിടെ നമ്മൾ സമാരംഭം കുറിക്കുന്നത്. ഡീലിംഗ് വിത്ത് BPD സിംറ്റംസ് ആസ് എ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്നുള്ള ഒരു ടൈറ്റിലാണ് ഇന്നത്തെ വെബിനാർ നമ്മളിവിടെ ആരംഭിക്കുന്നത്. നിസാവ് സാറിനെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാൻ പ്രത്യേകം ഞാൻ ഈ ഒരു സമയത്ത് ഞാൻ സാറിനെ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു സെഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ പാർട്ടിസിപ്പൻസിനെയും ഈ ഒരു സെഷനിലേക്ക് വളരെ സ്നേഹത്തോടെ ഞാൻ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് സാറിനെ സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓവർ ടു നിസാവ് സാർ. നിസാവ് സാർ, പ്ലീസ്. Thank you. Okay. Hello, good evening. Good evening. Good evening, sir. Sir, good evening. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? നമ്മൾ കണ്ടിട്ട് കുറച്ച് ലോങ് ആയോ? പ്രീ വെബിനാർ ഇപ്പോൾ 2-3 ആഴ്ചയായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ട് കാരണം ക്യാൻസൽ ആക്കിയതായിരുന്നു. എല്ലാവരും ഓക്കെ അല്ലേ?
യെസ് സർ, യെസ് സർ. ഓക്കെ. സാർ എന്നെ ഒന്ന് ഹോസ്റ്റ് ആക്കണേ. ഓക്കെ ഓക്കെ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് തുടങ്ങാം. ഇന്നത്തെ ഒരു ടോപ്പിക്കിന് മുമ്പ് തന്നെ ഇന്നത്തെ ഒരു പ്രോഗ്രാമിലേക്ക് വന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാണ്. PPT കാണുന്നില്ലേ പ്രസന്റേഷന്? യെസ് സർ. ഓക്കെ. അപ്പോൾ നമ്മൾ ടോപ്പിക്ക് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ നിങ്ങളുടെ മുമ്പിൽ, അല്ലെങ്കിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. മേജറായിട്ടുള്ള ഒരു സാധാരണയായിട്ട് നമ്മുടെ ഈ ഒരു 10 പേഴ്സണാലിറ്റി ഡിസോർഡർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കേസുകൾ വരുന്ന, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ക്ലയൻറ്റ് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു വിഭാഗമാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയും. ഇങ്ങനെയുള്ള കേസുകൾ നമ്മുടെ മുമ്പിൽ വരുന്നത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ടോപ്പിക്. കാരണം പല പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും, സിംറ്റംസുകൾ നമുക്കറിയാം, അതിൻ്റെ അവർ കാണിക്കുന്ന ബിഹേവിയർ നമുക്കറിയാം. പക്ഷേ ഈ ഒരു ബോർഡർ ലൈൻ എന്ന് പറയുമ്പോൾ മറ്റുള്ള പേഴ്സണാലിറ്റി ഡിസോർഡർ വ്യത്യസ്തമാണ്. ഇവർ നമ്മുടെ മുമ്പിൽ വരുന്നാൽ ഇവർക്ക് എന്താണ് പറയേണ്ടത്, ഇവർ നമ്മൾ കാണിക്കുന്ന ആ ഒരു കോവേർട്ട് ബിഹേവിയർ നമുക്ക് തിരിച്ചറിയാൻ പെട്ടെന്ന് കഴിഞ്ഞോണമെന്നില്ല. അതായത് ഒരു വ്യക്തിയുടെ, ഒരാളുടെ പ്രധാനമായിട്ട് ഇമോഷൻ, ചിന്ത അല്ലെങ്കിൽ പെരുമാറ്റം, ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഭാഗമാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. കാരണം അയാൾക്ക് ഇൻ്റർപേഴ്സണലായിട്ട് റിലേഷൻഷിപ്പിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതേപോലെ സ്വന്തമായിട്ട് സെൽഫ് എസ്റ്റീം ഉണ്ടാവില്ല. അതേപോലെ അതീവ ഒരു വയലൻ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ കൂടിയാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ കുറച്ച് മേജറായിട്ടുള്ള സിംറ്റംസുകൾ പറയാം. ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി തന്നെയാണ് പ്രധാനമായിട്ടും ഇവർക്കുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. സ്വന്തമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങളെ തിരിച്ചറിയാനുള്ളതും, അതേപോലെ അത് ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഇങ്ങനത്തെ ആളുകൾക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. അവർക്ക് പറ്റില്ല. കാരണം എനിക്കിപ്പോൾ ഒരു സന്തോഷം വരികയാണ്, അല്ലെങ്കിൽ എനിക്കൊരു സങ്കടം വരികയാണ്, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലിപ്പോൾ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതിനെ പറ്റി ഒരു ധാരണയും ചില സമയത്ത് ഇവർക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചില സമയത്ത് ഇവർക്ക് വളരെയധികം ഒരു പിന്നെന്താണ്, ഒരു മനസ്സമാധാനം ഇല്ലാത്തൊരു ജീവിതം. അപ്പോൾ ചില ആളുകൾ പറയാറില്ലേ, പ്രത്യേകിച്ചും ഇങ്ങനത്തെ ആളുകൾ, എനിക്കൊരു ജീവിതത്തിൽ ഒരു സുഖവും കിട്ടാറില്ല, അല്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനത്തിലുള്ള ലൈഫാണ് എൻ്റെ ജീവിതം എന്നുള്ളത്. മറ്റൊരു പോയിൻ്റാണ് ഫിയർ ഓഫ് അബാൻഡൻമെൻറ്റ്. ഞാൻ ആരെങ്കിലും ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ എന്നെ വിട്ടു പോകുമോ എന്നുള്ള ഭയം ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് ഇവരെന്താണ്, ആരുമായിട്ട് റിലേഷൻഷിപ്പിൽ അങ്ങനെ പോകില്ല. കാരണം പോയി കഴിഞ്ഞാൽ അതീവമായിട്ട് എന്താണ്, അവരുടെ റിലേഷൻഷിപ്പ് വളരെ ഡീപ്പായിരിക്കും, ഭയങ്കര സ്നേഹമായിരിക്കും ആളുകളോട്. അപ്പോൾ ചില സാഹചര്യം അതേപോലെ ആ സ്നേഹത്തെ ഇവർക്ക് റിജക്റ്റ് ചെയ്യാനും കഴിയും. പിന്നെ അതേപോലെ ആളുകൾക്ക് സ്വയമായിട്ട് അവരെന്താണ്, നല്ല രീതിയിൽ ആദരവ് കൊടുക്കും, കൂടെയുള്ള ആളുകളെ റെസ്പെക്റ്റ് ചെയ്യും, എല്ലാ രീതിയിലും അവർ ചെയ്യും. പക്ഷെ അതേപോലെ തന്നെ ആളുകളെ അപമാനിക്കാനും ഇവർ കഴിയും. ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന ഒരാളാണ്, ബഹുമാനിക്കുന്ന ഒരാളാണ്, കുടുംബത്തിലെ ഏറ്റവും ആളാണ്. പക്ഷെ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് അയാളുടെ ഭാഗത്ത് നിന്ന് ഇയാൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അയാളെ പൂർണ്ണമായിട്ടും ഒരു ഡിവാലുവേഷൻ ചെയ്യുന്ന, അല്ലെങ്കിൽ സ്പ്ലിറ്റിംഗ് ചെയ്യുന്ന, വളരെ മോശമാക്കുന്ന ഒരു പ്രവർത്തനം കൂടി ഇങ്ങനത്തെ ആളുകൾക്ക് ഉണ്ടാവും. പിന്നെ ഇമ്പൾസീവ് ബിഹേവിയർ ആണ്. അത് എന്തിലാണെങ്കിലും. ഇനിയിപ്പോൾ ക്യാഷൊക്കെ കൈ കിട്ടിയാൽ ഇങ്ങനത്തെ ആളുകൾ എന്താ ചെയ്യുക, എങ്ങനെയാണ് ചിലവാക്കേണ്ടത്, ഓവറായിട്ട് ചിലവാക്കുന്നത്, എന്തെല്ലാം വാങ്ങിക്കൂട്ടുന്ന അവസ്ഥ. അതേപോലെ സെക്ഷുവൽ ലൈഫിലാണെങ്കിൽ തൻ്റെ ആവശ്യം എങ്ങനെയെങ്കിലും നിർത്തണം, അല്ല നേടിയെടുക്കണം എന്നുള്ളത് കൊണ്ട് ഇനി വൈഫായാലും ആരെയും വളരെ ക്രൂരമായിട്ടൊക്കെ ആയിരിക്കും ഇവരെ പ്രവർത്തനങ്ങൾ ഉണ്ടാവുക. പിന്നെ അതേപോലെ സബ്സ്റ്റാൻസ് യൂസേജ്, ഇവർക്ക് താൽക്കാലികമായിട്ട് ഒരു ആശ്വാസം തുടക്കത്തിൽ കുറച്ചൊരു ഏതെങ്കിലും പിന്നെ ഡ്രഗ്സുകൾ ഉപയോഗിക്കും, പിന്നീട് അത് കൂടുതലായിട്ട് ഹൈ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇവർക്ക് പോകും. പിന്നെ ഐഡൻറ്റിറ്റി ഡിസ്റ്റർബൻസ് ആണ് ഇവർക്ക് ഉണ്ടാകുക. സ്വയം ഒരു വ്യക്തിത്വം, ഞാൻ ആരാണ്, അല്ലെങ്കിൽ എനിക്ക് സ്വയമായിട്ട് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, എനിക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുള്ളത്, ഇതിലൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുള്ള ആളുകളായിരിക്കും ഇവർക്ക്. കാരണം പതിയെ പതിയെ ഇവർക്ക് എന്താണ്, സെൽഫ് എസ്റ്റീം പൂർണ്ണമായിട്ടും കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ. പിന്നെ ക്രോണിക് ഫീലിംഗ് ഓഫ് എംപ്റ്റിനെസ്. അങ്ങനെ പറഞ്ഞാൽ ഇവർക്കെപ്പോഴും ഒരു ഞാൻ ഒറ്റപ്പെട്ട്, ഞാൻ ലോൺലിനെസ് ആണ്, എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നെ കേൾക്കാൻ ആരുമില്ല, എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയി എന്നുള്ള ഒരു ക്രോണിക് ഫീലിംഗ് എപ്പോഴും ഇവർക്ക് അനുഭവപ്പെടും. പിന്നെ അതേപോലെ അപ്രോപ്രിയേറ്റ് ഹാങ്കർ, ചില സമയത്ത് തീവ്രമായിട്ടുള്ള ചില ദേഷ്യങ്ങൾ, അല്ലെങ്കിൽ ഒരു റീസൺ ആവശ്യം, അപ്രോപ്രിയേറ്റ് ഹാങ്കർ, ആ ദേഷ്യത്തിന് ചിലപ്പോൾ ചില കാരണങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് അവർക്ക് ദേഷ്യവും, അല്ലെങ്കിൽ അതിന് വീട്ടിലൊക്കെ ആണെങ്കിൽ സാധനങ്ങളൊക്കെ പിന്നെ അടിച്ച്
പൊളിക്കുക, അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള രൂപത്തിൽ സംസാരിക്കുക. പിന്നെ ഇങ്ങനത്തെ പ്രയാസങ്ങളൊക്കെ ഈ ഒരു സിംറ്റംസുകൾ. പിന്നെ ഫൈനലി സെൽഫ് ഹാം ആൻഡ് സൂയിസൈഡൽ തോട്ടുകളാണ്. ഇവർക്ക് സ്വയമായി എപ്പോഴും എന്താണ് ഇവർ ഉപദ്രവിക്കും, കൈ മുറിക്കുക അല്ലെങ്കിൽ ദേഹത്തിൽ മുറിവുകൾ പറ്റിക്കുക. പിന്നെ ഈ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റുകൾ എപ്പോഴും ഇവർ ഇടയ്ക്കിടയ്ക്ക് നടത്തിക്കും. ഫൈനലി ചില ആളുകൾ അത്ര സിവിയർ ആകുമ്പോൾ അവർ അവസാനം ഈ ഒരു സൂയിസൈഡിൽ എത്തുകയും ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളെടുത്ത് വരുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒന്ന് സൂയിസൈഡ് അറ്റംപ്റ്റ് ഉണ്ടോ എന്നുള്ളതാണ് ഇങ്ങനത്തെ കേസുകൾ. അപ്പോൾ ഇതാണ് ഒരു പ്രധാനമായിട്ടും പിന്നെ നമുക്ക് ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയുടെ ഒരു സിംറ്റംസുകൾ DSM-5 പറയുന്നത് പോലെ. പക്ഷെ നമ്മളെ മുമ്പിൽ ഇങ്ങനത്തെ ക്ലയൻറ്റുകൾ വന്ന് ചെയ്യാൻ സാധാരണ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഒന്ന് ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ മീൻസ് നല്ലൊരു കൗൺസിലിംഗ് സെഷൻ. അത് നമ്മൾ കാര്യമായിട്ട് ഇവരോട് തന്നെ സംസാരിക്കുകയും വേണം. അതിനുശേഷം എന്താണ്? ഒബ്സർവേഷൻ ആണ്. നമ്മുടെ മുമ്പിൽ അയാൾ ഇരിക്കുന്ന സമയത്ത് അയാളുടെ വികാരം, ചിന്തകൾ, അതേപോലെ പ്രവർത്തനങ്ങൾ ഏതൊക്കെ രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മളൊരു കാര്യം ചോദിക്കുന്ന സമയത്ത് അയാൾ മുഖത്തേക്ക് നോക്കി സംസാരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ദേഷ്യത്തോട് കൂടി സംസാരിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുക. പിന്നെ ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി മീൻസ് എന്തെങ്കിലും പാസ്റ്റ് ഹിസ്റ്ററീസ് ഇവർക്ക് ഉണ്ടോ എന്നുള്ളത്. അതായത് എന്തെങ്കിലും അബ്യൂസുകളോ ട്രോമകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ റിജക്ഷൻസുകളോ അവോയ്ഡൻസുകളോ അല്ലെങ്കിൽ വിഡ്രോവലോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും മുമ്പ് നടന്നിട്ടുള്ള എന്തെങ്കിലും പിന്നെ ഹിസ്റ്ററീസ് ബാക്ക്ഗ്രൗണ്ടുകൾ ഉണ്ടോ എന്ന് നോക്കുക. ഫൈനലി DSM ക്രൈറ്റീരിയ നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞിട്ടുള്ള സിംറ്റംസ് 5 മിനിമം എന്താണ് ഇയാൾക്ക് വേണം. അല്ലാണ്ട് എല്ലാം വേണമെന്നില്ല. അതിൽ പറഞ്ഞിട്ടുള്ള 5 സിംറ്റംസുകൾ ഇതിൽ പറഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഇയാൾക്ക് ഉറപ്പിക്കാം ഇതൊരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറുകളാണ്. പ്ലസ് അസസ്മെൻറ്റ് ടൂൾസുകളും ഇതിനാവശ്യമായിട്ടുള്ള അസസ്മെൻറ്റ് ടൂൾസുകൾ നമ്മൾ ഉപയോഗിക്കുക. ഇങ്ങനെയാണ് സാധാരണയായിട്ട് ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ അത് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക? ഒന്ന് ഡീറ്റെയിൽഡ് ക്ലിനിക്കൽ ഇൻ്റർവ്യൂ തന്നെയാണ്. എങ്ങനെയാണ് ക്ലിനിക്കലായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുക? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഇൻ്റർവ്യൂ ചെയ്യണം. അത് ഒന്ന് ഇമോഷണൽ പാറ്റേൺ ആണ്. ഇമോഷണൽ പാറ്റേൺ എന്ന് പറയും വൈകാരികമായിട്ട് അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉള്ളത് നോക്കുക. അവരുടെ ജീവിതത്തിലും ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന സംസാരത്തിലും അവരുടെ കുടുംബ ജീവിതത്തിലും എവിടെ ജോലിയിലാണ്, സ്കൂളിലാണ്, എവിടെയൊക്കെയാണോ എന്നുള്ളത് അവർക്ക് നോക്കുക. വൈകാരികമായിട്ട് അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ്. പിന്നെ അതേപോലെ റിലേഷൻഷിപ്പ് പാറ്റേൺസ്, ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണ് അവർക്ക് ബുദ്ധിമുട്ടുകളുള്ളത്. അതേപോലെ അബാൻഡമെൻറ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് റിലേഷൻഷിപ്പിൽ ആരെങ്കിലും ഞാൻ സ്നേഹിച്ച് കഴിഞ്ഞാൽ അവരൊക്കെ എന്നെ വിട്ടു പോകുമെന്നുള്ളൊരു ഭയം ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടോ. അതേപോലെ ഇമ്പൾസീവ് ബിഹേവിയർ ആണ്. ഈ ഒരു മോശമായിട്ടുള്ള അല്ലെങ്കിൽ തടഞ്ഞു നിർത്താൻ പറ്റാത്ത വൈകാരികമായിട്ട് അല്ലെങ്കിൽ വയലൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സ്വഭാവങ്ങൾ അയാൾ കാണിക്കുന്നുണ്ടോ. ഇതാണ് ഒരു ക്ലിനിക്കൽ ഇൻ്റർവ്യൂ നമ്മൾ തുടക്കത്തിൽ ചെയ്യേണ്ടത്. ഇനി സെക്കൻഡ് വണ് പാസ്റ്റ് ഹിസ്റ്ററിയാണ്. പാസ്റ്റ് ഹിസ്റ്ററി പ്രധാനമായിട്ടും ചൈൽഡ്ഹുഡ് ഇമോഷൻസ്, ഫിസിക്കൽ, സെക്ഷൽ ട്രോമകളാണ്. മുമ്പ് എന്തെങ്കിലും ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ആളുകൾക്ക് എന്തെങ്കിലും ഒരു ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ ഒരു ഏർലിയസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടാവും. അത് റിലേറ്റഡ് ആയിട്ടായിരിക്കും നമുക്ക് ഈ ഒരു പ്രശ്നങ്ങൾ അയാൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അത് പൂർണ്ണമായിട്ടും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. മുമ്പ് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കുക. പിന്നെ നെഗ്ലക്റ്റിംഗ് ഓർ ഇൻകൺസിസ്റ്റൻറ്റ് പാരൻറ്റിങ്. അയാൾക്ക് ഇപ്പോൾ ചൈൽഡ്ഹുഡിലെ ഒരു ഇമോഷൻസ് ആണെങ്കിൽ പാരൻറ്റിൻ്റെ ഭാഗത്ത് നല്ലൊരു സ്നേഹം കിട്ടാത്ത ഒരാളാണെങ്കിൽ, നല്ലൊരു കെയർ കിട്ടാത്ത ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ എപ്പോഴും അവോയ്ഡൻസ് അല്ലെങ്കിൽ പാരൻറ്റ് പറയുന്നത് മാത്രം കേട്ട് ജീവിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾക്കൊക്കെ ഈ ഒരു ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഹിസ്റ്ററി ഓഫ് അൺസ്റ്റേബിൾ റിലേഷൻഷിപ്പ്. ഇപ്പോൾ നിലവിൽ അയാൾ കൂടെയുള്ള ചിലപ്പോൾ വൈഫോ കുട്ടികൾ അവരുമായിട്ട് റിലേഷൻഷിപ്പിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, അതിൻ്റെ കൂടെ സൂയിസൈഡുകൾ അറ്റംപ്റ്റ്സ് നടത്തിയിട്ടുണ്ടോ, സെൽഫ് ഹാം ഉണ്ടോ അതുമായിട്ട്. പിന്നെ ഇമോഷണൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി. കാരണം ഒരു 18-19 വയസ്സായതിനു ശേഷം ഇയാളുടെ ഈ ഒരു ഇമോഷണൽ ഏതൊക്കെ രീതിയിലാണ് ഹൈ ആയിട്ടാണോ കൂടുതലായിട്ടാണോ വന്നിട്ടുള്ളത്, അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും. കാരണം എന്തെങ്കിലും കാര്യം ഇയാളോട് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അയാൾ അതിനെതിരെ കാര്യങ്ങൾ ദേഷ്യത്തോട് സംസാരിക്കുക, പൊട്ടിത്തെറിക്കുക, ഇതൊക്കെയാണ്. അത് എന്ന് മുതലാണ് തുടങ്ങിയിട്ടുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു അഡോളസെൻ്റ് സ്റ്റേജ് മുതൽ നമ്മൾ നോക്കുന്നത് അയാളുടെ ഇമോഷണൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി. ഇനി ബിഹേവിയർ ഒബ്സർവ് ഡ്യൂറിങ് സെഷൻസുകളാണ്. അതായത് നമ്മൾ ഈ ഒരു സെഷന് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ ഓരോ ചോദിക്കുന്ന ചോദ്യത്തിനും അയാളുടെ ഇമോഷണൽ റിയാക്ഷൻസ് എന്തൊക്കെയാണ്, നമ്മൾ മുമ്പ് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിരുന്നോ ചോദിക്കുന്ന സമയത്ത് അയാൾ നമ്മുടെ മുഖത്തേക്ക് കണ്ണ് വളരെ ചുവന്ന് തുടുത്ത് അല്ല ദേഷ്യത്തോട് നിങ്ങൾ എന്തിനാണ് എന്നോട് അതൊക്കെ ചോദിക്കുന്നത്, ഞാൻ എൻ്റെ പ്രശ്നം നിങ്ങളോട് പറഞ്ഞല്ലോ.
അപ്പോൾ അതിന് പരിഹാരം മാത്രമാണ് എനിക്ക് കിട്ടേണ്ടത് എന്നൊക്കെ രീതിയിൽ അവർ പെരുമാറുകയാണെങ്കിൽ അയാൾക്ക് ഇമോഷണലായിട്ട് നമ്മളുമായിട്ടൊരു കൊളാബറേറ്റീവ് അല്ല എന്നർത്ഥം. അതേപോലെ ഓവർ അറ്റാച്ച്മെൻറ്റ് ടു ദ തെറാപ്പിസ്റ്റ്. ചില ആളുകൾ വന്നു കഴിഞ്ഞാൽ വളരെ സ്നേഹമായിരിക്കും, നമ്മുടെ സാറെന്നോ അല്ലെങ്കിൽ അപ്പുറം വളരെ ബഹുമാനത്തോട് കൂടി വിളിക്കും. കാരണം അവർക്ക് നമ്മളെപ്പോലുള്ള ഒരാളുടെ സ്നേഹം എപ്പോഴും വേണം. അവർ പറയുന്നത് കേട്ടിരിക്കാനും അവർക്ക് സപ്പോർട്ടീവായിട്ടും. അതും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഓവർ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ സഡൻ ആങ്കർ ഓർ വിഡ്രോവൽ. പെട്ടെന്ന് എന്തെങ്കിലും കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരിക, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സെഷനിൽ നിന്ന് ഇറങ്ങിപ്പോവുക, അല്ലെങ്കിൽ ചോദിക്കുന്നതിനൊന്നും ഉത്തരം പറയാതിരിക്കുക. ഇതൊക്കെ അവർക്ക് നമ്മൾ ഈ ഡ്യൂറിങ് സെഷനിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളായിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ക്രൈസിസ് ഡ്രൈവൺ കമ്മ്യൂണിക്കേഷൻ ആണ്. അവിടെ എന്തെങ്കിലും നമ്മൾ സംസാരിക്കുന്നതിനിടെ തന്നെ ചിലപ്പോൾ അയാൾ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഫാമിലിയെക്കുറിച്ചോ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അയാൾക്ക് പെട്ടെന്ന് ദേഷ്യം വന്ന് എനിക്കിനി ഈ സെഷൻ വേണ്ട, നിങ്ങൾക്ക് തെറാപ്പി അറിയില്ല, നിങ്ങൾക്ക് കൗൺസിലിംഗ് അറിയില്ല എന്നിങ്ങനെ മോശമായിട്ടുള്ള രീതിയിലൊക്കെ സംസാരിച്ച് അയാളുടെ ആങ്സൈറ്റി കൂടി അയാൾ ഇറങ്ങിപ്പോകുന്ന അവസ്ഥകൾ. ഇതൊക്കെ നമുക്ക് ഒരു ഡ്യൂറിങ് സെഷനിൽ അല്ലെങ്കിൽ സെഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഫൈനലി നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള DSM ഡയഗ്നോസിസ് ക്രൈറ്റീരിയ ആണ്. നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അബാൻഡൻമെൻ്റ് ഉണ്ട്, അൺസ്റ്റേബിൾ ഇൻറ്റൻസ് റിലേഷൻഷിപ്പ് ആണ്, ഐഡൻറ്റിഫൈ ഡിസ്റ്റർബൻസ്, ഇമ്പൾസിവിറ്റി, സൂയിസൈഡൽ ബിഹേവിയർ എല്ലാം ഏകദേശം ഈ പറഞ്ഞിട്ടുള്ള സിംറ്റംസുകളാണ്. ഏകദേശം ഒരു 5 എണ്ണം നമുക്ക് ഇതിൽ നിന്നും കണ്ടെത്തി കഴിഞ്ഞാൽ അയാൾക്ക് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന് കൺഫേം ആക്കാം. ഇനി നമുക്ക് ഇതിന് അസസ്മെൻറ്റ് ടൂൾസുകൾ ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും ബോർഡർ ലൈൻ ഉപയോഗിക്കുന്ന ഹെംക്ലിൻ സ്ക്രീനിങ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അതാണ്. ഏകദേശം ഒരു പഴയ വെർഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ 13 ചോദ്യങ്ങളേ ഉണ്ടാവും. പുതിയ വെർഷനിൽ ഒരു 13 ഐറ്റംസുകൾ വരുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ ഒരു ടൂൾസ് ഉപയോഗിക്കുന്നത് ബോർഡർ ലൈനിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. കാരണം ഇതിൽ സ്കോർ വരുന്നത് എബോവ് 6, ടോട്ടൽ വരുന്നത് 13, ഓരോന്നിനും ഓരോ ചോദ്യം എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണിത്. അപ്പോൾ ഓരോന്നിനും ഒരു ചോദ്യം. അപ്പോൾ എബോവ് 6ൻ്റെ മുകളിൽ കിട്ടുകയാണെങ്കിൽ ആൾക്ക് സിവിയർ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ആ 6 തന്നെ ചിലപ്പോൾ ഏകദേശം 6-7 സിംറ്റംസുകൾ വരാനുള്ള സാധ്യതകളുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് SCID എന്ന് പറയുന്നത്. ഇത് സ്ട്രക്ചേർഡ് ക്ലിനിക്കൽ ഇൻ്റർവ്യൂ DSM-5 പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ളതാണ്. ഇതിൽ ഏകദേശം ഒരു ക്വസ്റ്റ്യൻസ് വരുന്നത് ഏകദേശം നമ്മൾ സിംറ്റംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ചോദ്യങ്ങൾ 92 ക്വസ്റ്റ്യൻസോളം വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും സ്കോർ വരുന്നത് അതിൽ ചിലപ്പോൾ നോർമലായിട്ട് ക്ലിനിക്കൽ ലെവലൊക്കെ ഉപയോഗിക്കുന്ന ഒരു 10-15 ക്വസ്റ്റ്യൻസ് മാത്രമാണ് അതിൽ എടുക്കുന്നത്. നമ്മൾ സെലക്റ്റീവായിട്ട് എടുക്കുന്നതാണ്, എല്ലാം ഉപയോഗിക്കാറില്ല. പക്ഷേ എടുത്തു കഴിഞ്ഞാൽ അത് സ്കോർ വരുന്നത് 9+ എബോവ് ആണ്. 9.5ൻ്റെ താഴെയാണ് നോർമലാണ്. 6ൻ്റെ മുകളിൽ കിട്ടുകയാണെങ്കിൽ മാക്സിമം 9 വരെ നമ്മൾ നോക്കും. ആ 10 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ അതിൽ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതിൽ 9+ൻ്റെ മുകളിലാണെങ്കിൽ ആൾ സിവിയർ ആയിട്ടുള്ള സിംറ്റംസുകളൊക്കെ ഉണ്ട്. പിന്നെ BSL എന്ന് പറയുന്നത് ഒരു ബോർഡർ ലൈൻ സെലക്റ്റീവ് ഒരു ടൂൾസാണ്. ഇതിൽ പ്രധാനമായിട്ടും ബോർഡർ ലൈൻ്റെ പെട്ടെന്ന് സിംറ്റംസുകളൊക്കെ തിരിച്ചറിയാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യനർ. ഇതിൽ 23 ഐറ്റംസ് ആണുള്ളത്. അതുകൊണ്ടാണ് ഈ BSL 23 എന്നുള്ള പേര് തന്നെ ഇതിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഇതിനും ഒരു 4 ഓപ്ഷൻസുകളാണുള്ളത്. 0 to 0, 1, 2, 3, 4. അപ്പോൾ ഓരോന്നിനും എത്ര സ്കോർ വരുന്നത് വെച്ചാൽ 92 സ്കോറാണ് ടോട്ടൽ വരിക. ഇത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ തരുന്നുണ്ട് ഈ ഒരു 3 അസസ്മെൻറ്റ് ടൂൾസുകളും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്കോർ വരുന്നത് ഏകദേശം 55ൻ്റെ മുകളിലൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഏകദേശം ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറുമായിട്ട് അയാൾക്ക് നിരന്തരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇനിയിപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിസിൽ പോവുകയാണെങ്കിൽ, അതായത് ഈ ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾക്ക് മുമ്പ് എന്തെങ്കിലും പ്രയാസങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതായത് ബൈപ്പോളാർ ഉള്ള ആളുകൾക്ക് എന്താണ് ഈ ബോർഡർ ലൈനിലേക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. എന്തുകൊണ്ട് വെച്ചാൽ അവർക്ക് ഇമോഷണൽ റെഗുലേഷൻസ് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ മൂഡ് സ്വിങ്സുകൾ പല ബുദ്ധിമുട്ട് അതുള്ളത് കൊണ്ട് തന്നെ ഒരു കൺവേർഷൻ എന്ന് പറയുന്നത് പോലെ ബൈപ്പോളാർക്ക് വരും. ഇനി PTSD, അതായത് കോംപ്ലക്സ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്നാണ് പറയുക. സാധാരണ ഇത് ചൈൽഡ്ഹുഡിൽ എന്തെങ്കിലും ട്രോമയോ അല്ലെങ്കിൽ എന്തെങ്കിലും അബ്യൂസോ അല്ലെങ്കിൽ പാരൻ്റ് നെഗ്ലക്റ്റോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുള്ള ആളുകൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു ട്രോമ കാരണം അവർക്ക് ബോർഡർ ലൈനിൽ പോകും. പിന്നെ ADHD, പിന്നെ മേജർ ഡിപ്രഷൻ, പിന്നെ അതേപോലെ NPD ഉള്ള ആളുകൾക്ക്
NPD ഉള്ള ആൾ ബോർഡർ ലൈൻ്റെ ചില ആളുകൾ ചില സമയത്ത് NPD സിംറ്റംസുകൾ സാധാരണയായി കാണിക്കാറുണ്ട് സെൽഫ് ഇമേജ് ആണ്. സ്വന്തമായിട്ട് അവർ തന്നെ പുകഴ്ത്തി പറയുക. കാരണം ബോർഡർ ലൈൻ ആണെങ്കിൽ പോലും മറ്റുള്ള പബ്ലിക്കിലേക്ക് ഇറങ്ങുമ്പോൾ ഇവരെന്ത് പറയും, ഞാൻ അങ്ങനെയാണ്, ഞാൻ വളരെ മാന്യനാണ്, എൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് വരാൻ പാടില്ല, ഞാനൊരു തെറ്റും ചെയ്യാറില്ല, ഞാൻ എൻ്റെ കുടുംബത്തെ നല്ലവരെ നോക്കുന്നവനാണ്. അതേപോലെ ഇവരെന്താണ് മറ്റൊരു ഓപ്ഷൻ ഒരു മാനിപ്പുലേഷൻ ആണ്. ഇല്ലാ വചനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. അതൊരു NPD സിംറ്റംസ് കൂടി ഇതിലേക്ക് വരുമ്പോൾ ആൾക്ക് ചിലപ്പോൾ അതുകൊണ്ടാണ് വയലൻ്റ് കൂടി കൂടുതൽ സമയങ്ങൾ കാണിക്കുന്നത്. ഇതാണ് ഒരു കോമോർബിഡിറ്റി എന്ന് പറയുന്ന ഒരു DSM-5. ഇനി ഇതിൻ്റെ സിംറ്റംസുകളാണ് കാര്യമായിട്ട് നോക്കേണ്ടത്. അപ്പോൾ മൾട്ടിപ്പിൾ സിംറ്റംസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിലവിൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന സമയത്ത് അയാളെക്കുറിച്ച് ഇപ്പോൾ സ്വന്തമായിട്ട് അയാൾ വന്നിട്ടുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ അയാളെക്കുറിച്ച് വേറെ ആരെങ്കിലും വന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ, ആ ഒരു ക്ലയൻറ്റുമായിട്ട് മൾട്ടിപ്പിൾ സെഷൻ എന്ന് പറയുമ്പോൾ ആ ക്ലയൻറ്റ് ഒരു കാര്യത്തെ വികാരത്തെ അല്ലെങ്കിൽ ഇമോഷനിലാണ് അയാൾക്ക് കൂടുതലായിട്ട് പ്രശ്നങ്ങളുള്ളതെങ്കിൽ പല സെഷനുകളുമായിട്ട് ആ ക്ലയൻറ്റുമായിട്ട് അതിൻ്റെ ഇടയ്ക്ക് വേറൊരാളെ കൂട്ടിച്ചേർത്താനോ അയാളെ ഫാമിലിയിലുള്ള ആൾ ബുദ്ധിമുട്ടിക്കാൻ ഒന്നും ശ്രമിക്കാതെ ഈ ഒരു ക്ലയൻറ്റുമായിട്ട് നമ്മളൊരു 6-7 സെഷന് കണ്ടിന്യൂസ് ആയിട്ട് ഒരേ പാറ്റേണിൽ നമ്മൾ പോവുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഇമോഷണൽ റെഗുലേഷൻസ്, ഇൻസ്റ്റബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നോക്കും. അതേപോലെ ഇമ്പൾസിവിറ്റി എത്രത്തോളം ഉണ്ട്, റിലേഷൻഷിപ്പിൽ എത്രയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാളുമായിട്ട് നിരന്തരമായിട്ട് മറ്റൊരു തെറാപ്പിയിൽ ഈ ഒരു തെറാപ്പി മറ്റൊരാൾ സഹായം കൂടാതെ ഈ ഒരു ക്ലയൻറ്റുമായിട്ട് തന്നെ പോവുക. ഇനിയിപ്പോൾ അതേപോലെ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ ഈ ഒരു സെഷൻ മുന്നോട്ട് കടന്നു പോകുന്ന സമയത്ത് തന്നെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അയാൾ ജോലി സ്ഥലത്ത് എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്, വീട്ടിൽ എന്തൊക്കെയാണ് അയാൾ പെരുമാറുന്നത്, അതേപോലെ സോഷ്യൽ ലൈഫിൽ എന്തൊക്കെ തരത്തിലാണ് അയാൾ പെരുമാറുന്നത്, അവിടെ നിന്ന് എന്തെങ്കിലും ഇയാൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നുള്ളത് നോക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ സെഷനുകൾ മുന്നോട്ട് ഇതിൻ്റെ കൂടെ തന്നെ മുമ്പ് ഈ ഒരു അഡോളസൻറ്റ് സ്റ്റേജിലോ ഏർലി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നുള്ളത് ഹിസ്റ്ററി നോക്കിയിട്ടായിരിക്കും കാരണം ഈ ഒരു ഇമോഷൻസ് പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടത് ഇന്നും ഇന്നലെ ആയിരിക്കില്ല, വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മുമ്പ് പാസ്റ്റ് ഹിസ്റ്ററി ഇതിലേക്ക് നിർബന്ധമായിട്ട് നമ്മൾ ആഡ് ഓൺ ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഇനിയിപ്പോൾ നമ്മൾ കേസ് ഫോർമുലേഷൻ ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം സിംറ്റംസുകൾ നോക്കുക. DSM-5 അയാൾ പറഞ്ഞിട്ടുള്ള നമ്മൾ അസസ്മെൻറ്റ് ടൂൾസ് വെച്ചിട്ടുള്ള അതേ സിംറ്റംസുകൾ തന്നെയാണോ DSM-5 പറഞ്ഞിട്ടുള്ളത്, അത് വെച്ചിട്ട് അത് പൂർണ്ണമായിട്ട് നോക്കുക. ഇന്നതാണ് പ്രയാസങ്ങളുള്ളത്, അതിൽ ഒരു 6-7 സ്പെസിഫിക് ആയിട്ടുള്ള സിംറ്റംസുകൾ മാർക്ക് ചെയ്യുക. അതിനനുസരിച്ചായിരിക്കും ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോകേണ്ടത്. പിന്നെ ലൈഫ് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ പാസ്റ്റും പെടും പ്രസൻറ്റും പെടും. അയാൾക്കിപ്പോൾ ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഇതുകൊണ്ട് പ്രയാസങ്ങൾ എന്തൊക്കെയുണ്ട്, അതേപോലെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണ് അയാളുടെ ജീവിത ശൈലികൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ തിരിച്ചറിയുക. ഇമോഷൻ ട്രിഗർ എപ്പോഴും അയാൾക്ക് പ്രസൻ്റ്ലി ആയിട്ട് എന്തൊക്കെ ട്രിഗേഴ്സാണ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്, അത് നമുക്ക് തിരിച്ചറിയാം. പിന്നെ ഫൈനലി തോട്ട് ആൻഡ് ബിഹേവിയർ സൈക്കിൾ, അയാൾക്കൊരു ചിന്ത വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളോ അല്ലെങ്കിൽ ഓവർ തിങ്കിങ് വരുന്ന സമയത്ത് അയാൾ ബിഹേവിയർ കാണിക്കുന്നത്, അത് ഈ ഒരു ബിഹേവിയർ സൈക്കിൾ നമ്മൾ തിരിച്ചറിയുക. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കേസ് ഫോർമുലേഷൻ എന്ന് പറയുമ്പോൾ അയാൾ തുടക്കത്തിൽ തന്നെ ഏർലി എക്സ്പീരിയൻസ്, പിന്നെ അതേ CBT ഒക്കെ ആണെങ്കിൽ ആ ഒരു ഏർലി എക്സ്പീരിയൻസിലൊക്കെ പോവുക. പക്ഷേ ഇത് നോർമലായിട്ടൊരു കേസ് ഫോർമുല ക്ലിനിക്കൽ ലെവലിലേക്ക് പോകുമ്പോൾ സിംറ്റംസുകൾ നമ്മൾ ആദ്യം പരിഗണിക്കുക, അതിനുശേഷം ലൈഫ് ഹിസ്റ്ററിയിലേക്ക് പോവുക, പിന്നെ റിലേഷൻഷിപ്പാണ്. കാരണം നമുക്ക് അബാൻഡൻമെൻ്റ് ആണ് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അയാളെ കൂടെയുള്ള ആളുകളെക്കുറിച്ച് അയാൾക്ക് ചിന്തകൾ എന്തൊക്കെയാണ്, ബുദ്ധിമുട്ടുകൾ എന്തൊക്കെ, അതിൻ്റെ അടിസ്ഥാനത്തിൽ തോട്ട് ബിഹേവിയർ സൈക്കിൾ ഉണ്ടാക്കിയെടുക്കുക. ഇനി നമുക്ക് ഇതിലെങ്ങനെയൊക്കെയാണ് ഒരു മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിപ്പോൾ മൊത്തത്തിൽ ഇതിൽ ഉൾപ്പെടുത്തി CBT വരും, DBT വരും, RBT, ഒരുപാട് തെറാപ്പികളിൽ നിന്ന് ഉപയോഗിച്ചിട്ടുള്ള ടൂൾസുകളാണ്. നമുക്കിങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ നമ്മൾ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് താൽക്കാലികമായിട്ട് അവർക്ക് എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഇമോഷണൽ ഡിസ്റെഗുലേഷൻസ് ആണ്. അവരുടെ വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്ത് കൊടുക്കുക, അതിൽ നിന്ന് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു തീവ്രമായിട്ടുള്ള വികാരം അവർക്ക് അനുഭവപ്പെടുന്ന സമയത്ത് ആ വികാരത്തിൽ നിന്നും അവർക്ക് വിപരീതമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആശ്വാസം അവർക്ക് കിട്ടണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂൾസാണ് ഓപ്പോസിറ്റ് ആക്ഷൻ എന്ന് പറയും. ഒരു ദേഷ്യം വരുന്ന സമയത്ത് അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങൾ ആ ദേഷ്യത്തെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഇതൊരു DBTയിലെ ടൂൾസാണ് ഓപ്പോസിറ്റ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഓപ്പോസിറ്റ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ദേഷ്യമാണ്, എനിക്ക് വല്ലാത്ത ദേഷ്യം വരുന്ന സമയത്ത് ഓപ്പോസിറ്റ് എന്താണ് വരിക, ശാന്തമാകുക,
അല്ലെങ്കിൽ അവിടെ കാം ആവുക എന്നുള്ളതാണ്. അതിന് ഈ ഒരു പെട്ടെന്ന് ആയിക്കൊള്ളണമെന്നില്ല. ആ ദേഷ്യം വരുന്ന സമയത്ത് എന്താണ് എൻ്റെ ചുറ്റുപാടിൽ നടക്കുന്നത് എന്ന് വിശദമായിട്ടൊന്ന് ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് പതിയെ പതിയെ എനിക്ക് ഈ ഒരു ദേഷ്യം അടക്കാൻ പറ്റുന്നതാണ് എന്നുള്ളത് പോസിറ്റീവായിട്ടുള്ളൊരു വേയിലേക്ക് കൊണ്ടുപോകും. ഇതൊരു വർക്ക് ഷീറ്റാണ്. നമ്മൾ അവർക്ക് കൊടുക്കുന്നതാണ്. എപ്പോൾ ഒരു ദേഷ്യം വരുന്ന സമയത്ത് ആ സിറ്റുവേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി നിൽക്കാൻ പറയുക. എന്നിട്ട് ഒരു പേപ്പറായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന സാഹചര്യങ്ങൾ പേപ്പറിൽ എടുക്കുക. പേപ്പർ എടുത്തതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് വെർഷൻ ഇപ്പോൾ പെട്ടെന്ന് ചിന്തയിൽ കൂടെ പെട്ടെന്ന് അങ്ങനെ ആക്കിയാൽ ഒരു പേപ്പറിൽ കൂടെ എഴുതുന്ന സമയത്ത് അതിൻ്റേതായിട്ട് റിസൾട്ട് ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ചെക്കിങ് ദ ഫാക്റ്റ്. അവരെ ഈ ഒരു വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ എനിക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് അത് സത്യമാണോ എന്ന് അവരോട് അന്വേഷിക്കുക. എന്താണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരാൻ കാരണം? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് ഒരു ദേഷ്യം വരുന്നത്? എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോൾ എൻ്റെ ചുറ്റുപാട് ഒരു റെസ്പോൺസും ആരും തന്നിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഒരു പ്രശ്നങ്ങൾ വരുന്നത് എന്നുള്ളത് അവരോട് സ്വയമായിട്ട് ഈ റിയാലിറ്റി ഉണ്ടോ എന്ന് സ്വയം ചെക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ അടുത്തൊരു ടൂൾസാണ് പ്ലീസ് എന്ന് പറയുന്നത്. അത് സെൽഫ് കെയർ റൊട്ടീനാണ്. സ്വന്തമായിട്ട് തന്നെ നമുക്ക് പിന്നെ ഒരു സെൽഫ് എസ്റ്റീം കിട്ടാൻ സ്വന്തമായി ചിന്തിക്കാനും ഈ ഒരു ബുദ്ധിമുട്ടും താൽക്കാലികമായിട്ട് മാറാനൊക്കെ സ്വയം ചെയ്യുന്നത്. ഒന്ന് പ്ലീസിൽ പി എന്ന് പറയുന്നത് അവർക്ക് ഒരു ഫിസിക്കൽ ഇൽനെസ്സുകൾ, അതായത് ശാരീരികമായിട്ട് അവർക്ക് എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഇൻസിഡൻറ്റ് സംഭവിക്കുകയോ അല്ലെങ്കിൽ ഒരു വിഷമം വരുന്ന സമയത്ത് ശാരീരികമായിട്ട് എന്താണ് അനുഭവപ്പെടുന്നത്. പിന്നെ അതേപോലെ എൽ എന്ന് പറയുമ്പോൾ എന്താണ്? റിലാക്സിങ് ആണ്. ആ സമയത്ത് ശാരീരികമായിട്ട് അസ്വസ്ഥത സമയത്ത് എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് റിലാക്സ് എടുക്കുക. അതിൽ ഇ എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് വരുന്നത് അവോയ്ഡഡ് മൂഡ് സിറ്റുവേഷൻ ആണ്. എന്തുകൊണ്ടാണ് തനിക്ക് ഈ ഒരു ടെൻഷൻ വന്നിട്ടുള്ളത്? ആ സിറ്റുവേഷൻ ജസ്റ്റ് ഒന്ന് അവോയ്ഡ് ചെയ്യാൻ പറയുക അവരോട്. പിന്നെ എ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് കിടക്കാനോ അല്ലെങ്കിൽ ഒന്ന് നീർന്ന് പറഞ്ഞ് അവർക്കെന്താണ് റിലാക്സേഷനിലെ മെത്തേഡിലേക്ക് പോവുക. പിന്നെ എസ് എന്ന് പറയുമ്പോൾ അത് ഒരു എക്സസൈസ് മോഡലാണ്. പിന്നെ ഇ എന്ന് പറയുമ്പോൾ ഒരു പുതിയ റൊട്ടീൻ പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് വരുന്ന സമയത്ത് പി എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഫിസിക്കലി ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ആ സമയത്ത് ചെയ്യുക. അതേ സമയത്ത് എൽ എന്ന സമയത്ത് ഈ വരുന്ന സമയത്ത് ഒന്ന് ബാലൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസ് അല്ലെങ്കിൽ ബ്രീത്തിങ്ങിലേക്ക് എന്തെങ്കിലും കാര്യമായിട്ട് അവരോട് ചെയ്യാൻ പറയുക. പിന്നെ അതേ സമയത്ത് ഈ പറയുന്ന സമയത്ത് ആ സിറ്റുവേഷൻ താൽക്കാലികമായിട്ട് അവോയ്ഡ് ചെയ്ത് മറ്റൊരു പ്രവർത്തനത്തിലേക്ക് പോവുക. എ എന്ന് പറയുമ്പോൾ രാത്രി നല്ല കിടന്നുറങ്ങാനുള്ള ഒരു നല്ല റൊട്ടീൻ ഉണ്ടാക്കുക. എസ് എന്ന് പറയുമ്പോൾ നിരന്തരമായിട്ട് എന്തെങ്കിലും എക്സസൈസ് ഒരു 10-15 ദിവസം ഒരു 10-15 മിനിറ്റ് എക്സസൈസുകൾ ചെയ്യുക. ഇ എന്ന് പറയുമ്പോൾ ഒരു പ്ലാൻ സ്ട്രക്ചേർഡ് ആയിട്ട് അതുമായിട്ട് ഉണ്ടാക്കുക. ഒരു വീക്കിലി ഈ രീതിയിൽ പ്ലീസ് എന്ന മെത്തേഡ് അവർക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറേയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ റൈറ്റ് ആൻഡ് ലേബൽ ഇമോഷൻസ്. നമ്മുടെ സ്വയമായിട്ട് തന്നെ അവരുടെ ഇമോഷൻസ് ലേബൽ അവരോട് കണ്ടെത്താൻ പറയാം. ഒരു പേപ്പറിൽ ഒരു ബാർ വരയ്ക്കുക, ഡ്രോ ബാർ വരയ്ക്കുക. എന്നിട്ട് അതിൽ നിന്നും 0-10 വരെ സ്കെയിൽ നോക്കുക. എന്നിട്ട് തനിക്ക് ഓരോ സങ്കടം വരുന്ന സമയത്തും എനിക്ക് ഈ ഒരു ഇമോഷൻ ഇത്ര സ്കോർ കൊടുക്കാം. ഇപ്പോൾ നോർമൽ 0-5ൻ്റെ താഴെ ആണെങ്കിൽ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, സന്തോഷമാണ്. 5ൻ്റെ മുകളിലാണെങ്കിൽ 5, 6 ഒക്കെയാണ് എനിക്ക് വല്ലാതെ ടെൻഷൻ ഉണ്ടെന്ന്. അതിൻ്റെ നേരെ അവർക്കെന്താണ് അതിൻ്റെ റീസണും അവരോട് എഴുതാൻ പറയുക. എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഒരു സങ്കടം വരുന്നത് അല്ലെങ്കിൽ ദേഷ്യം വരുന്നത് എന്തുകൊണ്ടാണ്, അല്ലാത്ത ടെൻഷൻ വരുന്നത് എന്തുകൊണ്ടാണ്, അതുമായിട്ട് റീസൺ എഴുതാൻ പറയാം. പിന്നെ അതിനുശേഷം ഗ്രൗണ്ടിങ് ടെക്നിക്കുകളാണ്. ഗ്രൗണ്ടിങ് ടെക്നിക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കും. 5, 4, 3, 2, 1 ആണ്. 5 എന്ന് പറയുമ്പോൾ 5 തിങ്സുകൾ അവരെ കൺമുമ്പിൽ കാണാൻ ശ്രമിക്കുക. അതിൽ 4 ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പർശിക്കുക. 3 എന്ന് പറയും ആ ചുറ്റുപാടിൽ നിന്നും 3 ശബ്ദങ്ങൾ ചെവിയിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം 2 എന്ന് പറയുമ്പോൾ 2 സ്മെല്ലുകൾ തൻ്റെ മൂക്കിലേക്ക് വരിക. ഫൈനലി 1 എന്ന് പറയും മുമ്പ് കഴിച്ചിട്ട് എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെയോ ഒരു വെള്ളത്തിൻ്റെയോ ചായയുടെയോ രുചി എന്താണ് ആ നാവിൻ തുമ്പത്തിലേക്ക് വരിക. ഇതെന്തിനാന്ന് ചോദിച്ചാൽ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് തനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, റിയാലിറ്റി ഓക്കെ ആണ് എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രൗണ്ടിങ് ടെക്നിക്ക്. ഈ ടെക്നിക്കൊക്കെ ഉപയോഗിക്കുന്നത് അവരുടെ ഇമോഷൻസിനെ നമുക്ക് താൽക്കാലികമെങ്കിലും അവർക്ക് കൺട്രോൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത് എങ്ങനെ പ്ലേസ് ഒന്നുകൂടി പറയാൻ പറ്റുമോ? പറയാം. പ്ലേസ് എന്ന് പറയും ഫിസിക്കൽ ഇൽനെസ് ആണ്. കാര്യമായിട്ട് അവർക്ക് ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നൊക്കെ അവർ ഈ ഒരാഴ്ചത്തെ സെൽഫ് റൊട്ടൈൻ ആണെന്ന് വിചാരിച്ചോളി. അപ്പോൾ ഫിസിക്കലി ആയിട്ട് അവർക്ക് എന്തെങ്കിലും ഇൽനെസ് ഉള്ള സമയത്ത് അവരോട് ശ്രദ്ധിക്കാൻ പറയും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അത് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ
എൽ എന്ന് പറയുമ്പോൾ എന്താണ്, അത് ഈ ഒരു ഫിസിക്കലി ആയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്ത് പോകണം. അതേപോലെ ആ ബാലൻസ് കിട്ടുന്നത് ഇപ്പോൾ എന്തെങ്കിലും ബ്രീത്തിങ് എക്സസൈസുകളോ അല്ലെങ്കിൽ സെൽഫ് സൂത്തിങ് ഇഷ്ടമുള്ള എന്തെങ്കിലും പ്രവർത്തനത്തിലേക്കോ അവരോട് തൽക്കാലം ഈ ഒരു പെട്ടെന്ന് ഒരു ശാരീരികമായിട്ട് വേദന വരികയാണ്, പെട്ടെന്ന് ഡോക്ടറെ അടുത്തൊന്നും വരാൻ പോകാൻ പറ്റില്ല, സൊമാറ്റിക് പെയിൻ ആണ്, അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും എക്സസൈസും കാര്യങ്ങളും ചെയ്യുക. ഈ എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ സിറ്റുവേഷൻ നെഗറ്റീവ് ആയിട്ടുള്ള മൂഡ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാകുന്ന സിറ്റുവേഷനുകൾ എപ്പോഴെങ്കിലും വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഈ ഒരു സബ്സ്റ്റാൻസ് ഉപയോഗിക്കുന്ന സമയത്തോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അങ്ങനെയൊക്കെ മാക്സിമം അത് അവോയ്ഡ് ചെയ്യാൻ പറയുക എന്നുള്ളതാണ്. പിന്നെ എ എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് കിടന്നുറങ്ങുക എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് ഒരു 8 മണിക്കൂറെങ്കിലും ഏജ് ബേസ് ആണ് നോക്കുകയാണെങ്കിൽ ഒരു 30ൻ്റെ വയസ്സ് 40ൻ്റെ മുകളിലാണെങ്കിൽ ഒരു 6 മണിക്ക് 7 മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങണം. കാരണം ഇങ്ങനത്തെ ആളുകൾക്ക് ഉറക്ക് രാത്രി ഉണ്ടാവില്ല, പകലുണ്ടാവില്ല. അപ്പോൾ അതൊരു റൊട്ടൈൻ ആയിട്ട് അവർക്ക് കൊടുക്കണം. പിന്നെ എസ് എന്ന് പറയുമ്പോൾ ഒരു 20 മിനിറ്റ്സ് 50 മിനിറ്റ് ഡെയിലി എക്സസൈസ് ചെയ്യുക. ഫൈനലി ഇ എന്ന് പറയുമ്പോൾ ഈ ഒരു പ്ലാന് നിരന്തരമായിട്ട് ഒരു 3 മാസം 4 മാസം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോവുക. ഒരു റൊട്ടേറ്റ് ആകില്ല, ദിവസത്തിൽ ഞാൻ ഇന്നതൊക്കെ ചെയ്യണം എന്നുള്ള ഈ ഒരു പ്ലേസ് മെത്തേഡ് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ലൊരു വർക്ക് ഷീറ്റാണ് നമുക്ക് ക്ലയൻറ്റിന് കൊടുക്കാൻ പറ്റുന്നത്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ ആ പേപ്പറിൽ എഴുതിയും കൂടി ചെയ്യുമ്പോൾ കുറച്ചുകൂടി കോൺഫിഡൻസ് ലെവൽ കൂടും, അവർക്ക് നല്ല മാറ്റങ്ങളും ഉണ്ടാവും. അടുത്തത് ഫിയർ ഓഫ് അബാൻഡമെന്റ്. അതായത് നമ്മൾ ആരെങ്കിലും സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരെന്നെ വിട്ടുപോകും എന്നുള്ള ഒരു പ്രയാസമുള്ള ആളുകളായിരിക്കും ഇങ്ങനത്തെ കൂടുതൽ. അപ്പോൾ ഇങ്ങനെ ടെൻഷനും കാര്യം വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സെൽഫ് സൂത്തിങ് തന്നെയാണ്, അവർക്ക് സ്വന്തമായിട്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ടെൻഷൻ വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഒരു പാട്ട് കേൾക്കാനോ അല്ലെങ്കിൽ പുറത്ത് വീട്ടിൽ എന്തെങ്കിലും ജോലികൾ ചെയ്യാനോ, കുഞ്ഞു കുഞ്ഞു ജോലികൾ ഏർപ്പെടുത്താനോ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടുള്ള ഒരു പുസ്തകങ്ങൾ വായിക്കാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോമഡി സീൻ കാണാനോ, എന്താണ് അവർക്ക് ഇഷ്ടമുള്ളത് നമ്മൾ തെറാപ്പിയുടെ സെഷനിൽ കൊടുക്കുന്ന തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അവർക്ക് ഇഷ്ടമുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് മാറാൻ അവരോട് പറയുക. പിന്നെ അടുത്തത് റാഡിക്കൽ അക്സെപ്റ്റൻ്റ് ആണ്. ഇത് DBTയിലെ മെയിൻ ഒരു ടൂൾസ് ആണ് റാഡിക്കൽ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് ഇവർക്ക് മുമ്പ് നടന്നിട്ടുള്ള സംഭവങ്ങളോ അതേപോലെ സിറ്റുവേഷൻസുകളോ അതേപോലെ ഏതെങ്കിലും സിറ്റുവേഷൻ പ്രതികരിക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തിരിച്ചറിയുക. ഏതൊക്കെ സിറ്റുവേഷനിലാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്, നോ പറയേണ്ടടുത്ത് നോ പറയാൻ പറയുക, യെസ് പറയേണ്ടടുത്ത് യെസ് പറയുക. ഇനി ഫാമിലി കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്ന സമയത്ത് അവരോട് പറയുക, ഞാൻ തന്നെ സ്വയം കാരണമാണ് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുക, അത് തിരിച്ചറിഞ്ഞിട്ട് എന്ത് സൊല്യൂഷനാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്നുള്ളത് ഉപയോഗിക്കുന്ന ഒരു ടൂൾസാണ് ആ റാഡിക്കൽ അക്സെപ്റ്റൻസ് എന്ന് പറയും. എല്ലാ സിറ്റുവേഷൻസും അവരെ അക്സെപ്റ്റ് ചെയ്യിപ്പിക്കുക, എന്നിട്ട് അതിൻ്റെ സൊല്യൂഷൻ അവരെ കൊണ്ട് കണ്ടെത്തിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തത് ടിപ്പ് സ്കില്ലാണ്. ടിപ്പ് സ്കില്ല് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ടി എന്ന് പറയുന്ന ടെമ്പറേച്ചറാണ്. ഇങ്ങനത്തെ മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ടെൻഷനൊക്കെ വരുന്ന സമയത്ത് അവരോട് പറയും ജസ്റ്റ് തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുകാൻ പറയുക. അല്ലെങ്കിൽ കുറച്ച് ഐസിൻ്റെ ക്യൂബ് എടുത്ത് കയ്യിൽ ഹോൾഡ് വെച്ച് കുറഞ്ഞ സമയം ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറയുക. ഐ എന്ന് പറയുമ്പോൾ എന്താണ്, അവർക്ക് ഇതുമായിട്ട് ആ സമയത്ത് എന്തെങ്കിലും എക്സസൈസ് ചെയ്യുക എന്നുള്ളത്. ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 2 മിനിറ്റ് നടക്കുക. പിന്നെ ഫൈനലി പി എന്ന് പറയുമ്പോൾ PMR പോലെയുള്ള എന്തെങ്കിലും എക്സസൈസുകൾ, പ്രോഗ്രസീവ് മസിൽ എക്സസൈസുകൾ. കാരണം ഇതുമൂലം ഒരു ആങ്സൈറ്റിയോ അല്ലെങ്കിൽ ഇമോഷണലായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, സങ്കടം കൂടുതൽ വരുന്ന സമയത്ത് പെട്ടെന്ന് അവരെ മൈൻഡ് ഒന്ന് മാറ്റാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണിത്. കാരണം ഇത് പിയിലേക്ക് വരുന്ന സമയത്ത് വളരെ സ്ലോ ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു PMR ചെയ്യേണ്ടത് മസിൽ റിലാക്സേഷൻ. അതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ ഓരോ ബ്രീത്തിങ് എക്സസൈസ് കൊടുക്കും. ആ ഹോൾഡ് ചെയ്തതിന് ശേഷം ഒരു ബ്രീത്തിങ് എടുക്കും. അതിനുശേഷം വീണ്ടും അവരെന്താണ് ആ ഒരു പ്രവർത്തനത്തിലേക്ക് തിരിച്ചു വരും. കാരണം ഐസ് മുഖം കഴുകിയിട്ടൊന്നും മാറ്റങ്ങളില്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു ഡീപ്പ് ബ്രീത്തിങ്, ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് എടുത്തിട്ട് രണ്ടാമത് വീണ്ടും അവരെ ആ ഒരു പൊസിഷനിലേക്ക് തന്നെ എന്താണ് ജോലി ചെയ്യാനുള്ളത് ആ ജോലിയിലേക്ക് പോവുക എന്നുള്ളതാണ്. ഇതാണ് അബാൻഡൻമെന്റ് ഫിയർ. ഇനി അടുത്തൊരു പ്രയാസമാണ് അൺസ്റ്റേബിൾ റിലേഷൻഷിപ്പ്. റിലേഷൻഷിപ്പിൽ ഭയങ്കര പ്രശ്നങ്ങളാണ് ഇങ്ങനത്തെ ആളുകൾക്ക് ഉണ്ടാവുക. ഇനിയിപ്പോൾ കുട്ടികൾക്കിടയിൽ ഉണ്ടാവും, സ്വന്തം അച്ഛന് മക്കളോട് സംസാരിക്കാൻ പറ്റുന്നില്ല, അതേപോലെ അവരെന്നോട് മിണ്ടുന്നില്ല, പല പരാതികളുമായിട്ടായിരിക്കും നമ്മളോട്. എൻ്റെ മക്കൾക്ക് എന്നെ ഇഷ്ടമല്ല, ഭാര്യയ്ക്ക് എന്നെ ഇഷ്ടമല്ല, കുടുംബത്തിൽ എല്ലാവരും എന്നെ അവോയ്ഡൻസ് ചെയ്യുകയാണ് എന്നുള്ളതൊക്കെ ഇവർക്ക് പല നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഡിയർമാൻ എന്ന് പറയുന്ന ടൂൾസാണ് കാര്യമായിട്ട് അതായത് അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻ, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടൂൾസാണിത്. ഇപ്പോൾ
ഇതിൽ ഡിയർ മാൻ എന്ന് പറയുന്ന ഒരു ടൂൾസ് ഒരു വർക്ക് ഷീറ്റ് നമ്മൾ കൊടുത്തു. ഡി എന്ന് പറയുമ്പോൾ ഡിസ്ക്രൈബ് ആണ്. ഡിസ്ക്രൈബ് എന്ന് പറയുമ്പോൾ അവരുടെ സാഹചര്യങ്ങൾ വിശദമായിട്ട് നമ്മോട് വിവരിക്കാൻ പറയുക. അല്ലെങ്കിൽ നമ്മളോട് നമ്മൾ കൊടുക്കുന്ന വർക്ക് ഷീറ്റിൽ അവരോട് എഴുതാൻ പറയും എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നത്. അതിനുശേഷം ഇ എന്ന് പറയുക എക്സ്പ്രസ് ചെയ്യുക. അനുഭവിക്കുന്ന വികാരം മറ്റുള്ള ആളുകളോട് പറയാം. വീട്ടിൽ ഭാര്യ എന്തോ അനാവശ്യമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് വിചാരിച്ചോളി. ആ സമയത്ത് ഉള്ളിൽ ഒതുക്കാതെ അതിനൊന്ന് റെസ്പോൺസ് ചെയ്യുക. നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്? അറ്റ്ലീസ്റ്റ് അതെങ്കിലും അവരോട് പറയാൻ പറയും. ഇനിയിപ്പോൾ ഓപ്പോസിറ്റ് ആർക്കാണോ, ഭാര്യക്കാണോ ഭർത്താവിനാണ് ഈ പ്രശ്നമുള്ളത്, ആ രീതിയിൽ. ഇനിയിപ്പോൾ എ എന്ന് പറയുമ്പോൾ എന്താണ്? അസേർട്ടീവ്നെസ് ആണ്. അസേർട്ടീവ് എന്ന് പറയുമ്പോൾ തൻ്റെ ആവശ്യങ്ങൾ മറ്റുള്ള ആളുകളെ അറിയിക്കുക. ഓപ്പൺ ആയിട്ട് പറയാൻ പറയും അവരോട്. തൻ്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ആരോട് പറയാതെ മനസ്സിൽ വെക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരുന്നത്. അതേപോലെ ആർ എന്ന് പറയുമ്പോൾ അവർക്ക് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. പോസിറ്റീവായിട്ടുള്ള നല്ലൊരു കാര്യത്തിലേക്ക് അവരോട് പോവുക എന്നുള്ളത്. ഡിസ്ക്രൈബ്, എക്സ്പ്രഷന്, അതിനുശേഷം അസേർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫൈനലി എന്താണ്? റീഇൻഫോഴ്സ്മെൻറ്റ്. ഇനി മാനിലേക്ക് വരുന്ന സമയത്ത് ഇത് ചെയ്തതിന് ശേഷം മാൻ എം എന്ന് പറയുമ്പോൾ മൈൻഡ്ഫുൾനെസ് ആണ്. അതായത് എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസ്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത് ആ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കുക, എന്നിട്ട് കാമായിട്ട് അവിടെ ഇരിക്കാൻ പറയുക. എ എന്ന് പറയുമ്പോൾ അപ്പിയർ കോൺഫിഡൻസ്. എവിടെ എന്താണ് സിറ്റുവേഷൻ, നല്ല അപ്പിയറൻസ്, കോൺഫിഡൻസോട് കൂടി ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ പറയുക. എൻ എന്ന് പറയുന്നത് നെഗോഷിയേറ്റ് ആണ്. അതായത് എന്താണ് വീട്ടിൽ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ലൈഫിൽ എന്ത് പ്രശ്നം, അത് കോംപ്രമൈസ് ആയ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിലേക്ക് പോകുന്ന രീതി. മാൻ എന്ന് പറയുമ്പോൾ അവരെ കൊണ്ട് പോസിറ്റീവായിട്ട് ഇരിക്കേണ്ട കാര്യങ്ങളാണ്. ഡിയറിലേക്ക് വരുന്ന സമയത്ത് അവരെ പ്രയാസങ്ങളും അത് എക്സ്പ്രസ് ചെയ്യാനും അതെങ്ങനെ എപ്പോൾ എന്നുള്ളതാണ് അതിൽ വരുന്നത്. ഇനി അടുത്ത ഒന്ന് ടൂൾസാണ് ഗിവ് എന്ന് പറയുന്നത്. ഗിവ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഇവർക്ക് മെയിൻലി റിലേഷൻഷിപ്പൊക്കെ ഒന്ന് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും അവരെ പോലെ എമ്പതറ്റിക് ആയിട്ടും റെസ്പെക്റ്റ് ഉണ്ടാക്കാനൊക്കെയാണ് ഈ ഒരു ഗിവ് എന്ന് പറഞ്ഞിട്ടുള്ള ടൂൾസ് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ജി എന്ന് പറയുമ്പോൾ എന്താണ്? ജെനുവിനാണ്. അതായത് ജെനുവിൻ ജെന്റിൽ എന്നൊക്കെ പറയാം. അപ്പോൾ അതിൽ എന്തെങ്കിലും അഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ബിഹേവിയറൊക്കെ വരുന്ന സമയത്ത് ആ ഒരു സിറ്റുവേഷൻ എന്താണ്? എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, എനിക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത്, ഇത് ജെനുവിൻ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്, ഇത് ഞാനും കൂടി റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണെന്ന് സ്വയം മനസ്സിലാക്കി അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. എന്ത് പ്രശ്നം ഇത് നമ്മൾ വർക്ക് ഷീറ്റിൽ കൊടുക്കുന്ന സമയത്ത് 1-2 സെഷൻ അവരെ കൊണ്ട് എഴുതി തന്നെ ഇതാക്കിയിട്ടാണ് പ്രാക്ടിക്കലായിട്ട് ഉണ്ടാക്കുക. ഇനിയിപ്പോൾ ഐ എന്ന് പറയുമ്പോൾ അത് ആക്റ്റീവ് ലിസണിങ് ആണ്, ഇൻട്രസ്റ്റ് ആണ്. ഐ എന്ന് പറയും ഇൻട്രസ്റ്റ് ആണ്. എൻ്റെ മുമ്പിൽ വരുന്ന ആൾ അല്ലെങ്കിൽ എന്നോട് പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഞാനത് കേൾക്കാൻ തയ്യാറാണ്. മറ്റുള്ള ആളുകളുടെ വികാരങ്ങൾ എനിക്ക് മനസ്സിലാക്കേണ്ടത് എൻ്റെത് മാത്രം അവർ മനസ്സിലാക്കിയാൽ പോരാ, അവരത് കൂടി എനിക്കും കൂടി കേൾക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ആക്റ്റീവ് ലിസണർ ആയിട്ട് അവരോട് നിൽക്കാൻ പറയും. ഇനി വി എന്ന് പറയും വാലിഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് അതേഴ്സ് പീപ്പിൾ ഫീലിങ്സ്, അവരുടെ വികാരങ്ങൾ നമ്മൾ വാലിഡേറ്റ്, വളരെയധികം മൂല്യമുള്ളതാണ്. അവർക്കും സങ്കടങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉണ്ട്, സന്തോഷങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് മാത്രമല്ല ബുദ്ധിമുട്ടുകളിൽ. രണ്ടും ഒരേ പേര് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലായി കഴിഞ്ഞാൽ മുന്നോട്ട് പോവാം എന്നുള്ളത്. പിന്നെ ഇ എന്ന് പറയുമ്പോൾ ഫ്രണ്ട്ലി ആയിട്ട്, അതേപോലെ അവർക്ക് ആ സിറ്റുവേഷൻ മനസ്സിലാക്കി കാമായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഏർലി മാനേജ് എന്നാണ് അതിന് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഗിവ് ഉപയോഗിക്കുക. പിന്നെ ഫാസ്റ്റ് ആണ്. ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ അടുത്തൊരു ടൂൾസാണ്. ഇതേപോലെ റിലേഷൻഷിപ്പുമായിട്ട് പെട്ടെന്ന് തന്നെ അവർക്ക് ഓക്കെ ആക്കി കൊടുക്കാൻ. അപ്പോൾ ഒരു 3-4 സെഷൻ നമുക്ക് ഈ ഒരു 3 ടൂൾസ് വെച്ച് കൊടുത്താൽ തന്നെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റീസ് താൽക്കാലികമായിട്ടൊരു 50% നമ്മളുമായിട്ട് കുറച്ചൊരു കൊളാബറേഷൻ അവിടെ ഉണ്ടാവാനുള്ള സാധ്യത കൂടും. ഇനി ഫാസ്റ്റിലേക്ക് പറയുമ്പോൾ എഫ് ഒരു ഫെയർ ആണ്. ഫെയർ മീൻസ് ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ട്രസ്റ്റ് സ്വയമായിട്ട് തന്നെ എല്ലാത്തിനും വിശ്വസിക്കുക എന്നുള്ളതാണ്. എപ്പോഴും ഒരു നെഗറ്റീവ് ചിന്തകളൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞാൽ ചിന്തകളൊന്ന് ഒഴിവാക്കി എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഇതൊക്കെ റിയാലിറ്റിയുമായിട്ടൊന്നുമില്ല, യാഥാർത്ഥ്യമുള്ള കാര്യങ്ങളല്ല എന്നുള്ളത്. പിന്നെ എ എന്ന് പറയുമ്പോൾ അപ്പോളജൈസ് ആണ്. എന്തെങ്കിലുമൊക്കെ തെറ്റ് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളോട് സ്വയം സോറി പറയാനും മറ്റുള്ള ആളുകളോട് പറയാനും ഒരു ക്ഷമ കാണിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഞാൻ പറയുന്നതൊക്കെ ശരിയാണ്, മറ്റുള്ളവർ എന്നെ അംഗീകരിക്കണം എന്നുള്ള ഇതിലേക്ക് അവിടെ വരാൻ പാടില്ല. ഇനി എസ് എന്ന് പറയുമ്പോൾ സ്റ്റിക്ക് ആൻഡ് വാല്യൂ ആണ്. സ്റ്റിക്ക് വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ്?
ഒരു കോംപ്രമൈസ് അല്ലെങ്കിൽ കമ്പയർ ചെയ്യരുത്. മറ്റുള്ള ആളുകളുമായിട്ട് എന്താണ് എപ്പോഴും എന്താണ് കമ്പയർ ചെയ്യാൻ പാടില്ല. അതേപോലെ തനിക്ക് വരുന്ന കോർ ബിലീഫ് സിസ്റ്റം തെറ്റായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട്. അതൊന്നും ഒരു കമ്പയർ ചെയ്ത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ട ആവശ്യങ്ങളില്ല എന്ന് തെളിയിക്കുക. പിന്നെ ടി എന്ന് പറയാൻ ട്രസ്റ്റ്ഫുൾ ആണ്. ഹോണസ്റ്റ്ലി ആയിട്ട് അസർട്ടീവ് ആയിട്ടുള്ള നല്ലൊരു കമ്മ്യൂണിക്കേഷനോട് കൂടി വിത്തൗട്ട് മാനിപ്പുലേഷൻ. അതായത് തെറ്റിദ്ധാരണകളൊന്നും ഇല്ലാതെ സ്വയം വിശ്വാസങ്ങളെയൊക്കെ നല്ല രീതിയിൽ വിശ്വസിക്കുക, റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുക, ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ നമുക്ക് താൽക്കാലികം ഒന്ന് പറഞ്ഞു കൊടുക്കാൻ ഉപയോഗിക്കുന്ന ടൂൾസുകളാണ് ഈ പറഞ്ഞിട്ടുള്ള ഡിയർ മാൻ ഗിവ് ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇമ്പൾസിവിറ്റി ആണ്. ഇമ്പൾസിവിറ്റി നമുക്കറിയാം വളരെയധികം വയലന്റ് ആകുന്ന അല്ലെങ്കിൽ അവർക്ക് തടുക്കാൻ പറ്റാത്ത സ്വയമായിട്ട് തടുക്കാൻ പറ്റാത്ത ചിന്തകളും ആ ഒരു പ്രവർത്തനങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നോക്കേണ്ടത് ഒരു ബിഹേവിയർ ചെയിൻ അനാലിസിസ് ആണ്. ഇത് CBTന്റെ ടൂൾസ് ആണ്. ട്രിഗർ, തോട്ട്, ഇമോഷൻ, ബിഹേവിയർ. ഒരു ട്രിഗർ എന്തിൽ നിന്നാണ് വരുന്നത് അത് മനസ്സിലാക്കിയിട്ട് അവർക്ക് ഇത് തോട്ട് റെക്കോർഡാണ് നമ്മൾ അവിടെ കൊടുക്കുക. തോട്ട് റെക്കോർഡ് കൊടുത്തിട്ട് അവർക്ക് ആ സിറ്റുവേഷൻ അവരോട് എഴുതാൻ പറയുക. ആ സിറ്റുവേഷനിൽ എന്ത് ചിന്തകളാണ് വന്നിട്ടുള്ളത്, ആ ചിന്തകൾക്ക് ശേഷം എന്ത് ഇമോഷൻസ് ആണ് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളത്, അതിനുശേഷം എന്ത് സ്വഭാവമാണ് നിങ്ങൾ അവിടെ കാണിക്കുന്നത്, അതിനുശേഷം കോൺസിക്വൻസസ് എന്ന് പറയുന്ന നിങ്ങളെ കൊണ്ട് മറ്റുള്ള ആളുകൾ എന്തൊക്കെയാണ് അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ സ്വയമായിട്ട് എന്തൊക്കെയാണ് അനുഭവിച്ചിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ എന്തുകൊണ്ടാണ് ഈ ഒരു അനുഭവം നിങ്ങൾക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ട് വന്നിട്ടുള്ളത്, ഈ ഒരൊറ്റ ട്രിഗർ ഉള്ളത് കൊണ്ടാണ്. ആ ട്രിഗറിനെ നമുക്ക് ഒന്ന് അണ്ടർസ്റ്റാൻഡുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്രയാസങ്ങളൊന്നും ഇല്ല എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാം. ഇനി അടുത്തത് ഐഡന്റിറ്റി ഡിസ്റ്റർബൻസ് ആണ്. ഐഡന്റിറ്റി ഡിസ്റ്റർബൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ പ്രധാനമായിട്ടും അവർക്ക് സ്വയമായിട്ടൊരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടാവില്ല. തനിക്ക് എന്തൊക്കെ ക്വാളിറ്റി ഉണ്ട്, എൻ്റെ വാല്യൂസ് എന്തൊക്കെയാണ്, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തകൾ അവർക്ക് ഉണ്ടാവില്ല. അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് വാല്യൂസ് ക്ലാരിഫിക്കേഷൻ വർക്ക് ഷീറ്റുകൾ. അപ്പോൾ സ്വയമായിട്ട് അവർക്ക് നമുക്ക് എക്സാമ്പിൾ വെച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാം, നിങ്ങൾ ഇങ്ങനെ ഒരു കഴിവുള്ള ആളാണ്, നിങ്ങൾ നല്ല ജോലിക്ക് പോകുന്ന ഒരാളാണ്, കുടുംബത്തെ നോക്കുന്ന ഒരാളാണ്, നിങ്ങൾ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എങ്ങനെ അത് മനസ്സിലാക്കുന്നു എന്നുള്ളത് അവരോട് പേപ്പറിലായിട്ട് എഴുതാൻ പറയുക. ആ പേപ്പറിലൂടെ ആയിരിക്കണം അവരുടെ പ്രവർത്തനം മുന്നോട്ട് പോകേണ്ടത്. പിന്നെ സ്ട്രെങ്ത് മാപ്പിംഗ്, അവർക്ക് പോസിറ്റീവായിട്ടുള്ള സ്ട്രെങ്ത്തുകൾ ഇപ്പോൾ എന്തൊക്കെയാണ് അത് മാപ്പ് ചെയ്യുക. അത് നല്ലോണം നമ്മൾ മനസ്സിലാക്കി അത് മാത്രം ഫോക്കസ് ചെയ്ത് ഇന്ന ക്വാളിറ്റി നിങ്ങൾക്കുണ്ട്, ആ സ്ട്രെങ്ത്തിനെ നമ്മൾ കുറച്ചുകൂടി നല്ല രീതിയിൽ വലുതാക്കി അല്ലെങ്കിൽ ഒന്ന് പ്രോഗ്രസീവ് ആക്കി മുന്നോട്ട് കൊണ്ടുപോവുക. ഇനി ക്രോണിക് ഫീലിങ്സ് ഓഫ് എംപ്റ്റിനെസ്. ഇങ്ങനത്തെ ആളുകൾക്ക് എപ്പോഴും എംപ്റ്റിനെസ് ഫീലിങ്സ് നമ്മൾ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു സിംറ്റംസുകളിൽ. ഇങ്ങനത്തെ ആളുകൾക്ക് എപ്പോഴും മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് തന്നെയാണ്, ബ്രീത്തിങ് എക്സസൈസുകൾ, അതേപോലെ യോഗ, പിന്നെ ഈ പറഞ്ഞിട്ടുള്ള PMR പോലെയുള്ള അതനുസരിച്ച് സാഹചര്യം ഏജൊക്കെ നോക്കിയിട്ട് അവർക്ക് കുറഞ്ഞു കൊടുക്കുക. പിന്നെ നല്ലൊരു സെൽഫ് കെയർ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു സെൽഫ് റൊട്ടൈൻ ആയിട്ടുള്ള പ്ലീസ് എന്നിട്ടുള്ള ആ ഒരു ടൂൾസൊക്കെ കൊടുത്തിട്ട് അവർക്ക് ഡെയിലി ഒക്കെ നോക്കിയാക്കി എടുക്കുക. പിന്നെ ഇമോഷണൽ അവയർനെസ് പോലെയുള്ള കാര്യങ്ങൾ, അത് ഏതൊക്കെ രീതിയിലാണ് അവർക്ക് ഒരു ചിന്തകളെയും തെറ്റായിട്ടുള്ള ഇമോഷൻസിനൊക്കെ മനസ്സിലാക്കാനും അതനുസരിച്ചിട്ടുള്ള സ്വയമായിട്ട് ലേബൽ ഒരിക്കലും ഞാൻ ഇങ്ങനത്തെ ഒരാളാണ്, എനിക്ക് സങ്കടമാണ്, എനിക്കിപ്പോൾ ഉള്ളത്, ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയി എന്നുള്ള ആ ഒരു ചിന്താഗതിയൊക്കെ ഒന്ന് മാറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. പിന്നെ സെൽഫ് ഹാം സൂയിസൈഡിറ്റി, അതായത് സ്വന്തമായിട്ടൊരു എപ്പോഴും ഒരു ഉപദ്രവിക്കാൻ, കത്തി കണ്ടാൽ എന്നെ കുത്താൻ തോന്നുന്നു, അടുത്ത ആളുകളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ മറ്റുള്ള ആളുകളെ പല കാര്യങ്ങൾ ചെയ്യും. പിന്നെ ആത്മഹത്യന് അറ്റംപ്റ്റുകൾ നടത്തുന്ന ആളുകളുണ്ട്. ഇങ്ങനത്തെ ആളുകളോടൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു അസസ്മെന്റ് നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ അവരോട് ക്ലയന്റിനോട് ചോദിക്കുക, നിങ്ങളുടെ മനസ്സിലൂടെ ഇപ്പോൾ എന്തൊക്കെ ചിന്തകളാണ് വരുന്നത്, ഈ ഒരു ചിന്തകൾ എത്ര തവണ വരുന്നുണ്ട്, സൂയിസൈഡലാണോ സെൽഫ് ഹാം എത്ര തവണ ഡെയിലി വരുന്നുണ്ട്, നിങ്ങൾ എത്ര തവണ ഇത് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുക. അതിന് പ്രത്യേകിച്ച് അസസ്മെന്റ് ടൂൾസ് ഒന്നും ഉപയോഗിക്കണമില്ല. ഈ ഒരു സൂയിസൈഡ് കേസ് ആണ് അല്ലെങ്കിൽ അയാൾക്ക് ഇങ്ങനെ ചിന്ത ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുക. പിന്നെ അതിനുശേഷം ഒരു സേഫ്റ്റി കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ നമ്മളൊരു റിട്ടൺ പേപ്പറിൽ എഴുതുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു വെർബൽ അഗ്രിമെന്റ്, ഇനി ഇത് അങ്ങനെ ചിന്ത വരാൻ പാടില്ല എന്നത് നിങ്ങൾ എനിക്ക് വാക്കാൽ തരണം. അവർക്ക് എന്തായാലും വരും, പക്ഷെ എന്തായാലും പോലും ഒരു സേഫ്റ്റി കോൺട്രാക്ട് ആ സ്പോട്ടിൽ അവരെ കൊണ്ട് അത് പറയിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു പേപ്പർ അവരെ കൊണ്ട് എഴുതിപ്പിച്ച് നമ്മൾ വാങ്ങുക. അല്ലെങ്കിൽ പിന്നെ അതിനുശേഷം ക്രൈസിസ് പ്ലാൻ ആണ്. കാരണം അതിന് ഇതിങ്ങനെ വരാതിരിക്കാനുള്ള പ്ലാനുകൾ. കാരണം ചിലപ്പോൾ വീട്ടുകാരെ സപ്പോർട്ട് വേണ്ടി വരും, അയാൾക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കാൻ പറയുക കൂടുതലായിട്ട്. പിന്നെ ഡിസ്ട്രസ് ടോളറൻസ് സ്കില്ലുകൾ പഠിപ്പിക്കുക, DBTയിൽ അവർ ഇമോഷൻസ് ബുദ്ധിമുട്ടാണ്, ഈ ഒരു നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡിയർമാൻ, അതേപോലെ പിന്നെ പല ടെക്നിക്കുകൾ നമുക്ക് അതിലേക്ക് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാം.
പിന്നെ മീൻസ് റെസ്ട്രിക്ഷൻ എന്ന് പറയുമ്പോൾ ആൾക്ക് ഒന്നിലും ഒരു റിസ്ട്രിക്ഷൻ കൊടുക്കാൻ പാടില്ല. എല്ലാം സാധാരണ ഒരു അസുഖമുള്ള ആളൊക്കെ പോലെ വീട്ടിൽ കാണാൻ പാടില്ല. നോർമലായിട്ട് എല്ലാവരെ പോലെയാണ് താൻ എന്നുള്ള ആ ഒരു രീതിയിൽ ഫാമിലിയുമായിട്ട് നല്ല ഇടപഴകാനുള്ള ഒരു അവസരങ്ങൾ കൂടി കൊടുക്കുക. അവോയ്ഡൻസ് തീരെ പാടില്ല എന്നർത്ഥം. ഇനി നമുക്കിതിൽ ഏതൊക്കെ തെറാപ്പി മൊഡാലിറ്റീസ് ആണ് ഉപയോഗിക്കുക? DBT നമ്മൾ പല കാര്യങ്ങൾ CBT, DBT ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് DBT തന്നെയാണ് ഏറ്റവും കൂടുതൽ ബോർഡർ ലൈനിന് പറ്റുന്നത്. പിന്നെ CBT, തോട്ട് റെക്കോർഡുകൾ പോലെ ബിഹേവിയർ ആക്ടിവേഷൻ, ബിഹേവിയർ എക്സ്പെരിമെൻറ്റ് ഇതേപോലെ ടൂൾസുകൾ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ സ്കീമ തെറാപ്പി ഉപയോഗിക്കുന്നത് അവർക്ക് ഏർലി ചൈൽഡ്ഹുഡിൽ എന്തെങ്കിലും ട്രോമയോ അല്ലെങ്കിൽ മുമ്പ് നടന്നിട്ടുള്ള എന്തെങ്കിലും മോശമായ പാസ്റ്റ് ഇവൻസുകളൊക്കെ അവരുടെ ലൈഫിലുണ്ടെങ്കിൽ സ്കീമയിലുള്ള ആ ഒരു പിന്നെ എംപ്റ്റി ചെയർ, 2 ചെയർ ഒക്കെ വെച്ചിട്ട് അവർക്ക് ആ ഒരു കാര്യങ്ങളെ പുറത്തിറക്കാൻ പറ്റും. പിന്നെ മെൻ്റലൈസേഷൻ ബേസ്ഡ് MBT എന്ന് പറയുന്ന ഒരു തെറാപ്പി ഉണ്ട്. ഇവിടെ സ്വന്തം വികാരങ്ങൾ മറ്റുള്ളവരുടെ വികാരങ്ങളൊക്കെ ഏതൊക്കെ രീതിയിൽ മനസ്സിലാക്കാം അതിനനുസരിച്ചിട്ടുള്ള ടൂൾസുകളാണ് ഇതിലുള്ളത്. ഇനി ഇതിൻ്റെ വർക്ക് ഷീറ്റുകൾ പ്രധാനമായിട്ട് ഇമോഷൻ റെഗുലേഷൻ ലോഗാണ്. സ്വന്തം ഒരു വൈകാരിക ചിന്തകളും പ്രയാസം വന്നാൽ അപ്പോൾ എഴുതാൻ അവരോട് പറയുക. എന്നിട്ട് അതിനനുസരിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി സ്കോറും അവരോട് കണ്ടെത്താൻ പറയുക. ബിഹേവിയർ ചെയിൻ അനാലിസിസ് ആണ്. ട്രിഗർ, തോട്ട്, ഇമോഷൻസ്, ബിഹേവിയർ ആ ഒരു പാറ്റേൺ എങ്ങനെയാണ് തനിക്ക് വരുന്നത്. പിന്നെ ഡിസ്റ്റൻസ് ടോളറൻസ് കാർഡുകളാണ്. അതായത് മോശമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഞാനിപ്പോൾ ഓക്കെ ആണ്, അല്ലെങ്കിൽ ഞാൻ ഇന്നത് ചെയ്താൽ എനിക്ക് ടെൻഷൻ മാറി കിട്ടും എന്നുള്ള ഓരോ കാര്യങ്ങൾ കാർഡിൽ എഴുതി വെച്ചിട്ട് അത് റിമൈൻഡർ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ആ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് കാർഡ് എടുത്ത് നോക്കുക. പേഴ്സിലൊക്കെ വെക്കാൻ പറഞ്ഞാൽ ഇവർക്ക് 1 2 കാർഡിൽ അഫർമാറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി കൊടുത്താൽ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ആ കാർഡ് എടുത്ത് നോക്കാൻ അവരോട് പറയും. പിന്നെ അബാൻഡൻമെൻറ്റ് ട്രിഗർ വർക്ക് ഷീറ്റാണ്. മറ്റുള്ള ആളുകളിൽ നിന്നും ബുദ്ധിമുട്ടുകൾ ഞാൻ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരെ വിട്ടുപോകും അതിൻ്റെ തെളിവുകൾ ഈ ഒരു ചിന്ത വരുന്ന സമയത്ത് ആ വർക്ക് ഷീറ്റിൽ അവരുടെ തെളിവ് എന്ത് റിയാലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഈ ഒരു ചിന്ത വന്നിട്ടുള്ളത് അത് അവരോട് എഴുതാൻ പറയുക. പിന്നെ ഐഡൻറ്റിറ്റി എക്സ്പ്ലോറേഷൻ വർക്ക് ഷീറ്റാണ്. സ്വന്തം വാല്യൂസിനെ മനസ്സിലാക്കിയിട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ. സേഫ്റ്റി പ്ലാനിങ്, അതേപോലെ ഈ ഒരു സൂയിസൈഡ്, സെൽഫ് ഹാമിനൊക്കെ അതിനനുസരിച്ചുള്ള സേഫ്റ്റി പ്ലാനുകൾ. ഇൻ്റർപേഴ്സണൽ സ്കിൽ പ്രാക്ടീസ് വർക്ക് ഷീറ്റ്, അതായത് റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതിന് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇനി ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഇവിടെയാണ്. അതായത് കോമൺ കോഴ്സസ് ഓഫ് അലയൻസ് റപ്ചേഴ്സ്. ഈ റപ്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു തെറാപ്പിസ്റ്റും ഒരു ക്ലയൻറ്റും തമ്മിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോൾ കാരണം ചില സാഹചര്യത്തിൽ ചിലപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു തെറാപ്പിസ്റ്റ് ചെയ്തപ്പോൾ ഞാനായാലും നിങ്ങളായാലും ഒരു തെറാപ്പിസ്റ്റിനെ ഒരു ക്ലയൻറ്റിനെ പൂർണ്ണമായിട്ടൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. അപ്പോൾ ഈ ഒരു ചിലപ്പോൾ നമ്മുടെ അശ്രദ്ധ മൂലം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോകും. പക്ഷെ എങ്ങനെ ഉണ്ടാകുന്ന താൽക്കാലികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു തെറാപ്പിസ്റ്റ് ഒരു ക്ലയൻറ്റ് നമ്മളുമായിട്ട് തീരെ അടുക്കാനുള്ള സാധ്യതയില്ല. അപ്പോൾ അവർ പല കാരണങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ഒഴിവാക്കി പോവാനോ അല്ലെങ്കിൽ നമ്മളോട് ചിലപ്പോൾ നിങ്ങൾക്കത് അറിയില്ല എന്നൊക്കെ പറയും. കാരണം നമ്മുടെ ചെറിയൊരു അശ്രദ്ധ മൂലമായിരിക്കാം ഈ ഒരു തെറാപ്പിയിൽ ഒരു അലയൻസ് റപ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഓർ മിസ് അറ്റ്യൂൺമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ തെറ്റായിട്ടുള്ള ഒരു രീതിയിൽ ക്ലയൻറ്റിനെ മനസ്സിലാക്കുക, ക്ലയൻറ്റിൻ്റെ വികാരങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതായത് ഫേഷ്യൽ എക്സ്പ്രഷൻ ശ്രദ്ധിച്ചിട്ടില്ല, അതേപോലെ ബോഡി ലാംഗ്വേജ് നോക്കിയിട്ടില്ല. അയാൾ ഇമോഷണലായിട്ട് വളരെയധികം സങ്കടത്തോടു കൂടി കാര്യം പറഞ്ഞ സമയത്ത് നമുക്ക് ഇതൊക്കെ ഒന്നും സാധാരണ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്, ഇങ്ങനെയൊന്നും പിന്നെ ഇത്രമാത്രം സങ്കടപ്പെടാനൊന്നുമില്ല, ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തമ്മിലുള്ള ആ ഒരു തെറാപ്പി സെഷൻ മുന്നോട്ട് പോകാൻ നല്ല രീതിയിൽ നടക്കാൻ സാധ്യതയില്ല. ഇനി അടുത്ത തെറാപ്പിസ്റ്റ് ഗോയിങ് ടു ഫാസ്റ്റ് ഓർ ടു സ്ലോ. അതായത് നമ്മൾ ഈ ഒരു ക്ലയൻറ്റ് പറയുന്നതിന് മുമ്പ് തന്നെ ക്ലയൻറ്റിനെ കുറിച്ച് ഇപ്പോൾ വേറെ ആരെങ്കിലും അയാൾക്കൊരു ട്രോമ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പാസ്റ്റ് ഹിസ്റ്ററി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ക്ലയൻറ്റ് പറയാതെ തന്നെ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് എല്ലാ തെറാപ്പി ടൂൾസുകളും ഉപയോഗിക്കുക. നിങ്ങൾക്കിത് ഈ ട്രോമ സംഭവിച്ചിട്ടുണ്ടല്ലേ, നമുക്കിതിന് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ പല കാര്യങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഇൻ്റർവെൻഷൻ ഏർലി ആയിട്ട് വേഗം കൊടുക്കുക. അല്ലെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ അയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഞാൻ എന്തൊക്കെയോ കേൾക്കുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിലും അവിടെ നടന്നു കഴിഞ്ഞാലും പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവാനുള്ള സാധ്യതകളാണ്. പിന്നെ ലാക്ക് ഓഫ് വാലിഡേഷൻ ആണ്. കാരണം വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ്റെ വളരെ കുറവ്. കാരണം ഈ ഒരു ക്ലയൻറ്റ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അയാൾ വളരെ സംഘത്തോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു അംഗീകരിക്കാത്ത രീതിയിൽ അതൊക്കെ എപ്പോഴും നടക്കുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇതൊന്നും കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമല്ല, പിന്നെ ഇതുപോലെ പലർക്കും സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് അവിടെ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്.
അതേപോലെ നമ്മളുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനി അടുത്ത ചലഞ്ചിങ് തോട്ട് ടു ഏർലി. അവിടെ നമ്മൾ പ്രധാനമായിട്ടും ക്ലയൻറ്റ് ചിലപ്പോൾ ഒരു കാര്യം നമ്മൾ പറയാൻ തയ്യാറായ സാഹചര്യത്തിൽ ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് നിർബന്ധിക്കുകയാണ്. നിങ്ങളിത് പറഞ്ഞാൽ മാത്രമേ നിങ്ങളെ ഈ അസുഖങ്ങൾ മാറാനുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് എന്ന് നിങ്ങളെ പാരൻറ്റ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ കൂടെ ഉള്ളവർ വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് പറയാതെ എനിക്ക് എന്താണ് പിന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് ക്ലയൻറ്റിനോട് അങ്ങോട്ട് പറയുക. അപ്പോൾ അല്ലെങ്കിൽ പറയുക നിങ്ങളുടെ ഈ ഒരു തോട്ട് ഫ്രെയിം പൂർണ്ണമായിട്ട് തെറ്റാണ്, ഇതൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇങ്ങനെ അങ്ങോട്ട് പറയുന്ന സമയത്ത് ആൾക്ക് വല്ലാത്ത പ്രശ്നങ്ങളാണ്. എവിടെ വന്നിട്ടും എനിക്കൊരു രക്ഷ ഉണ്ടാവില്ല, ഇയാൾക്ക് എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത്. ഇനി ബൗണ്ടറി സെറ്റിംഗ് വിത്തൗട്ട് എക്സ്പ്ലനേഷൻ ആണ്. ഇവിടെ ക്ലയൻറ്റ് ഒരു തെറാപ്പിസ്റ്റ് എന്ന പൂർണ്ണമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക, എന്നിട്ട് അതിനുശേഷം പേഴ്സണലായിട്ട് ചാറ്റിങ്, അതേപോലെ നല്ലൊരു ബന്ധം അവിടെ കൊണ്ടുപോകുക. അപ്പോൾ ഇങ്ങനെ ഒരു ബന്ധം ബൗണ്ടറി സെറ്റിങ്സ് ഇല്ലാതെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു ഇൻ്റർവെൻഷൻ നടക്കാൻ സാധ്യതയില്ല. ഇനി അതല്ല, ഒരു ബൗണ്ടറിയും ഇല്ല. കാരണം അയാൾ ക്ലയൻറ്റിനോട് ഒരു ക്ലയൻറ്റ് വന്നു കേസ് കേൾക്കുന്നു, എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നു, അങ്ങനെ ആയാലും ഇവിടെ റിസൾട്ട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പിന്നെ പേഴ്സണൽ ഹിസ്റ്ററി, ആ ക്ലയൻറ്റ് പേഴ്സണൽ ഹിസ്റ്ററിയാണ്, അതെടുക്കാതിരിക്കുക. അതായത് അയാളെ പാസ്റ്റ് ഹിസ്റ്ററി, ബാക്ക്ഗ്രൗണ്ട്, ഇതൊന്നും ക്ലയൻറ്റിൻ്റെ ഒരു ഡീറ്റെയിൽസും എടുക്കാതെ ഡയറക്റ്റ് ആയിട്ട് ഇൻ്റർവെൻഷനിലേക്ക് പോകുന്ന ഒരു രീതി. പിന്നെ കൾച്ചറൽ ഡിഫറൻസ് ഓർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ആൾക്ക് എന്താണ് കൾച്ചറലായിട്ട്, അല്ലെങ്കിൽ അയാളെ ഏതൊരു പിന്നെ ചുറ്റുപാടിൽ നിന്നാണ് വന്നിട്ടുള്ളത്, അയാൾ ഏത് രീതിയിലാണ് സംസാരിക്കുന്നത്, ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാതെ അയാൾക്കൊരു വാല്യൂ കൊടുക്കാതെ അയാളെ മോശമായിട്ട് അല്ലെങ്കിൽ ഒന്ന് തടഞ്ഞു നിർത്തുന്നത് പോലെ നമ്മുടെ ഭാഗത്തുനിന്നൊരു അറ്റംപ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു അലയൻസ് റപ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കും നടക്കുക. കാരണം മോശമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും അവിടെ നടക്കുക. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമുക്കൊരു റിപ്പയർ ചെയ്യുക? പ്രധാനമായിട്ടും ഒന്ന് നോട്ടീസ് ഇറ്റ്. ഒന്നാമത്തെ സ്റ്റെപ്പ് നോട്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അയാൾ നോട്ടീസ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് എന്തൊക്കെയാണ് അയാളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം നിലവിൽ നമ്മളോട് എന്തൊക്കെയാണ് കാര്യങ്ങൾ, അത് പൂർണ്ണമായിട്ട് നോട്ടീസ് ചെയ്യുക. ഒന്ന് വീട്ടിലാണ് ഇറിറ്റേഷൻ ഉള്ളത്, അതേപോലെ മറ്റുള്ള ഏതെങ്കിലും പ്രയാസങ്ങൾ അയാൾക്കുണ്ടോ എന്നുള്ളത് കാര്യമായിട്ട് മനസ്സിലാക്കുക, അയാൾ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. പിന്നെ അതേപോലെ സ്ലോ ഡൗൺ ആണ്. സ്ലോ ഡൗൺ എന്ന് പറയുമ്പോൾ നമ്മൾ അയാളെ കുറച്ച് കൂടുതലായിട്ട് റെസ്പെക്റ്റ് ചെയ്യുക. കാരണം ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് ഒന്ന് വാം വെൽക്കം ചെയ്യുക. അയാൾ വരുന്ന സമയത്ത് പല സെഷനിലാണെങ്കിൽ പോലും അയാൾക്ക് കൊടുക്കുന്ന രീതിയിൽ, പിന്നെ ഇൻ്റർപ്രിട്ടേഷനൊക്കെ നല്ല രീതിയിൽ, അസസ്മെൻറ്റ് ടൂൾസുകളൊക്കെ കാര്യമായിട്ട് ഇന്ന രീതിയിലാണെന്ന് അയാൾക്ക് തന്നെ പറഞ്ഞു കൊടുക്കുക. ഇന്ന ഇത്ര സ്കോർ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ട്, ഇത്രയും സിംറ്റംസുകൾ നിങ്ങളെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രൂഫായിട്ട് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ രീതിയിലായിരിക്കണം നമ്മുടെ മുന്നോട്ട് പോകേണ്ടത്. അത് നിങ്ങളോട് പറയണം തന്നെ വേണം എന്നുള്ളത്. പിന്നെ സ്റ്റേ ക്യൂരിയസ് ആൻഡ് ഓപ്പൺ. അവിടെ ഒരു ജഡ്ജ്മെൻ്റ് ഇല്ലാതെ എന്താണ് ഒരു ജെൻലി ആയിട്ട്, കാരണം അയാൾ വന്ന് പറയുന്ന സമയത്ത് അയ്യോ നിങ്ങൾക്ക് ഇങ്ങനെയും വലിയ പ്രശ്നങ്ങളുണ്ട്, വലിയ ക്യൂരിയോസിറ്റിയും കൊടുക്കേണ്ട ആവശ്യമില്ല. പറയാം നിങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടല്ലേ ഈ ഒരു പ്രശ്നത്തിൽ, നമുക്കത് ശരിയാക്കി എടുക്കാം എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ സംസാരം. ഓവറായിട്ട് ക്യൂരിയോസിറ്റി കൊടുക്കുകയും വേണ്ട, അത് ക്യൂരിയോസിറ്റി നമ്മളത് ഓപ്പണായിട്ട് പറയുകയും വേണ്ട. പക്ഷെ പറയുന്ന ഒരു ശൈലി നമ്മൾ CBTയിലൊക്കെ സോക്രാറ്റിക് ക്വസ്റ്റ്യൻസ് ഉപയോഗിക്കുന്നത് പോലെ മനോഹരമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ പ്രശ്നങ്ങൾ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാം. ഈ ഒരു റപ്ചർ പ്രോഗ്രാം അവിടെ നടക്കില്ല. പിന്നെ വാലിഡേറ്റ് ദ ക്ലയൻറ്റ് ഫീലിങ്സ്. അവരുടെ ഫീലിങ്സിനെ കാര്യമായിട്ട് തന്നെ അംഗീകരിക്കുക. നിങ്ങളുടെ പ്രയാസം, നിങ്ങൾക്കിപ്പോൾ അത്രയും സങ്കടം ഉണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ആ സങ്കടത്തിന് ഞാനും കൂടെയുണ്ട്, ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങൾ വന്നാൽ എല്ലാവർക്കും സങ്കടം ഉണ്ടാകുന്നത് തന്നെയാണ്, അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് എന്നൊക്കെ നമുക്ക് പറയുന്നത് വളരെ നല്ലതാണ്. പിന്നെ ടേക്ക് റെസ്പോൺസിബിലിറ്റി വേർ അപ്രോപ്രിയേറ്റ്. അവിടെ പ്രധാനമായിട്ടും എല്ലാം ഒരു ഒരു ഏറ്റുപറച്ചിലാവരുത്. കാരണം ഏറ്റുപറച്ചിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഗത്ത് ഇനി എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ ഏതെങ്കിലും നിങ്ങളുടെ ഒരു ഇമോഷൻസ്, നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ട് ആ കാര്യം ഞാൻ വലിയ ശ്രദ്ധയിലെടുത്തിട്ടില്ല, അതെനിക്കൊരു തെറ്റ് പറ്റിയതായി തോന്നുന്നു, അത് തുറന്ന ആളോട് പറയുക. നിങ്ങൾ ഇന്നലെ പറഞ്ഞിട്ട് സങ്കടത്തോടെ പറഞ്ഞ കാര്യം ഞാൻ അത്ര ശ്രദ്ധ കൊടുത്തിട്ടില്ല, അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ മനസ്സിലായത് നിങ്ങളത് വല്ലാത്തൊരു സിറ്റുവേഷനിൽ കൂടെയാണ് കടന്നു പോകുന്നത്. പിന്നെ കൊളാബറേഷൻ ഓഫ് എന്താണ് പ്രസൻ്റ്ലി അയാൾക്ക് ആവശ്യമുള്ളത്, അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനമായിരിക്കും മുന്നോട്ട് പോകേണ്ടത്. പിന്നെ റീഎസ്റ്റാബ്ലിഷ് ദ അലയൻസ്. ഈ ഒരു അലയൻസ് മുന്നോട്ട് പോകാൻ നമ്മളെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു, എന്തൊക്കെ തെറാപ്പിയിൽ കൊടുക്കാൻ പറ്റുന്നു, മാക്സിമം ആ ക്ലയൻറ്റിന് കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു തെറാപ്യൂട്ടിക് അലയൻസ് നമുക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ.
സ്പീഡ് കൂടിപ്പോയോ? പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട്. ഇല്ല സർ. ഓക്കെ. ഇത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചോദിക്കുക. ഇല്ലല്ല, സ്പീഡും കൂടി. ഓക്കെ. EFT ചെയ്യുന്നുണ്ടോ ഇതിൽ? EFT ഇതിൽ ചെയ്തിട്ടില്ല ഇതുവരെ. മുമ്പൊരു ഫ്രീ വെബിനാർ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കോഴ്സായിട്ട് വന്നിട്ടില്ല. അതൊരു കോഴ്സാക്കി ചെയ്താൽ പറ്റേ. ഓ, കോഴ്സായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ. EFT ഒക്കെ നല്ല പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് ഓഫ്ലൈനിൽ എവിടെയെങ്കിലും പഠിക്കാൻ സാഹചര്യങ്ങൾ അതല്ല നല്ലത്. EFT ഒക്കെ പ്രാക്ടിക്കലായിട്ട് കിട്ടാണ്. ഓഫ്ലൈനിൽ ഒരുപാട് സ്ഥലത്തുണ്ട്. നിങ്ങളെവിടെ, നാട്ടിലെവിടെ? ഞാൻ താമരശ്ശേരി. താമരശ്ശേരി അല്ലേ? നമ്മുടെ അയൽവാസിയാണല്ലേ? ഞങ്ങൾ ഞാനെന്താ നോക്കിയിട്ട് പറഞ്ഞു. പഠനില്ല. ഓക്കെ. എന്താണ്, ആർക്കും ചോദിക്കാനൊന്നുമില്ല ഇന്നത്തെ ഒരു വിഷയത്തെ കുറിച്ച്? ബോർഡർ ലൈൻ എല്ലാവരും സർ, ഈ ബോർഡർ ലൈൻ ജെൻസിനാണോ അതോ വുമനാണോ കൂടുതലുണ്ടാവുക ബോർഡർ ലൈൻ? അത് ഒരു 50% നോക്കുകയാണെങ്കിൽ ഒരു ജെൻസിനാണ് കൂടുതലുണ്ടാവുക. കാരണം ജെൻസിന് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവരെ നമുക്ക് സാധാരണ ആണുങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്. പിന്നെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വൈകാരികമായിട്ടുള്ള പ്രവണത ഒരിക്കലും തുറന്ന് പറയാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ പോലും അവർ നമ്മൾ കാണിക്കൂല. അത് ഉള്ളിൽ മനസ്സിൽ വെച്ച് കൊണ്ട് നടക്കും. എന്നിട്ട് അത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അത് പിന്നെ ചില സാഹചര്യങ്ങളാകുമ്പോൾ നമുക്കത് ആദ്യമേ നമ്മൾ സ്വയം കൺട്രോൾ ചെയ്തു പോകും. കൺട്രോൾ ചെയ്ത് പിന്നെ അവർ മെയിനായിട്ട് എന്തെങ്കിലും സിറ്റുവേഷൻ വരുന്ന സമയത്ത് പിന്നെ അത് ആൾക്ക് ചിലപ്പോൾ മുമ്പ് എക്സ്പ്രസ് ചെയ്ത് ശീലമില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യം വരാത്ത, അപ്പോൾ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ ആ അൺകോൺഷ്യസ് മൈൻഡിൽ വെച്ചിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, കോൺഷ്യസ് മൈൻഡിലേക്ക് വരാതെ. അപ്പോഴായിരിക്കും അവിടെ നിന്ന് ഒരുപാട് ചിന്തകൾ വരും, ദേഷ്യം വരും. ഇത് മറ്റുള്ളവർ ദേഷ്യം കാണിക്കും, ജോലി സ്ഥലത്ത് പ്രശ്നങ്ങളായിരിക്കും, മക്കളോട് പ്രശ്നങ്ങളായിരിക്കും, ഭാര്യയോട് പ്രശ്നങ്ങളായിരിക്കും. അങ്ങനെ പല മേഖല തുടങ്ങി അങ്ങനെ അവിടെ പോകും. ഓക്കെ. ആർക്കൊന്നും ചോദിക്കാനില്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. സാർ, ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ചോദിച്ചോളൂ. സാർ, ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറും ബൈപോളാർ ഡിസോർഡറും അതെങ്ങനെയാ, അതിന് തമ്മിലുള്ള വ്യത്യാസം? ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഈ പറഞ്ഞൊരു കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ബൈപോളാർ എന്ന് പറയും മൂഡ് ഡിസോർഡറാണ്. ഇമോഷൻസുമായിട്ട് മാത്രമല്ല, മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അത് അവർക്ക് ഇമോഷൻസിലെ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവും. അവർ മറ്റേ സ്വഭാവത്തിലെങ്ങനെ എപ്പോഴും ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പിന്നെ ഈ സൂയിസൈഡ് ചിന്തകൾ വരിക, മറ്റുള്ളവരെ ഉപദ്രവിക്കാനും മറ്റേ ഒരു വയലൻ്റ് അങ്ങനത്തെ സാധ്യതകളൊന്നുമില്ല. പക്ഷെ ബൈപോളാർ ഈ പറഞ്ഞ സാധനം എല്ലാ സിംറ്റംസും ഉണ്ടാവുകയും ചെയ്യും. ഈ പറഞ്ഞിട്ട് വയലൻ്റായി കാണിക്കും, സൂയിസൈഡ് അറ്റംപ്റ്റുകൾ നിരന്തരമായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അവർക്ക് എന്തൊക്കെയാണ് ഇപ്പോൾ മറ്റുള്ള ആളുകൾ ഇവരെ കളിയായി കഴിഞ്ഞാൽ, മോശമായിട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോട്ടിൽ അവർ ദേഷ്യത്തോടു കൂടി പ്രതികരിക്കും. പക്ഷേ ബൈപോളാർ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അവർക്ക് എല്ലാം മനസ്സിൽ വെച്ച് അങ്ങനെ നടക്കുക, പുറത്ത് പറയാതെ. അതുമൂലം ഉണ്ടാകുന്ന പ്രയാസങ്ങളാണ് അവർക്കുണ്ട്. മൂഡ് ചിലപ്പോൾ ഒരേ സമയത്ത് ചിലപ്പോൾ ഒരു ദിവസം തന്നെ സങ്കടത്തോടെ ഇരിക്കുക, പിറ്റേ ദിവസം ഇങ്ങനെ എപ്പോഴും എന്തെങ്കിലും ഒറ്റയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ സന്തോഷം വന്നാൽ ഭയങ്കരമായിട്ടുള്ള സന്തോഷം അവർ കാണിക്കും. ചെറിയൊരു സങ്കടം വന്നാൽ വലിയ പ്രശ്നം നടന്നതായിട്ട് അവർക്ക് തോന്നും. ഇതൊക്കെയാണ് ഒരു ബൈപോളാർ എന്ന് പറയുന്നത്. മാനിയ ആൻഡ് ഡിപ്രഷൻ അല്ലേ? യെസ്, അത് തന്നെ. അത് പിന്നെ ബൈപോളാർ എന്നൊക്കെ പറഞ്ഞാൽ മൂഡ് ചേഞ്ചസ് ഒരു എപ്പിസോഡിക് ആയിട്ടാണ് ഉണ്ടാവുക. ചിലപ്പോൾ ദിവസങ്ങൾ, ആഴ്ചകൾ, അങ്ങനെ മാസങ്ങൾ ഉണ്ടാവും. പക്ഷേ ഈ ബോർഡർ ലൈനിലേക്ക് വരുന്നത് മിനിറ്റുകൾക്കായിരിക്കും ഈ ഒരു സ്വഭാവങ്ങൾ മാറുക. ഓരോ ദിവസം പല സ്വഭാവങ്ങളായിരിക്കും കാണിക്കുക, പല മൂഡുകളായിരിക്കും.
കാരണം എന്തെങ്കിലും ഇമോഷൻ ട്രിഗേഴ്സ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും അതിൻ്റെ റിയാക്ഷനും കാര്യങ്ങളും ഉണ്ടാവുക. ഇതാണ് മെയിനായിട്ടുള്ള തമ്മിലുള്ള ഒരു വ്യത്യാസം. പിന്നെ സെൽഫ് ഇമേജ് ആയിരിക്കും വളരെയധികം ബൈപ്പോളാർ പ്രശ്നം. ആ സെൽഫ് ഇമേജ് ആണ്. BPD വരുന്നത് മറ്റേ ഈ ഒരു ബോർഡർ ലൈനിൽ വരുന്നത് അല്ല, പിന്നെ ബൈപ്പോളാർ വരുന്നത് ഈ സെൽഫിനെ കുറിച്ച് അങ്ങനെ പ്രശ്നങ്ങൾ ഇല്ലെങ്കിലും പിന്നെ മറ്റുള്ള ആളുകൾ എന്നെ കുറിച്ച് എങ്ങനെ എന്തൊക്കെ കരുതുന്നു എന്നുള്ള ചിന്തയിലായിരിക്കും കൂടുതൽ പോവുക. അയാൾ എന്നെ നോക്കി ചിരിച്ചില്ല, അവരെന്നോട് മിണ്ടിയില്ല എന്നിങ്ങനെ പല പ്രശ്നങ്ങളായിരിക്കും അവർ പരാതിയൊക്കെ ആയിട്ട് പറയും. സാറേ ബോർഡർ ലൈനില് പിന്നെ ജനറ്റിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടോ? ഉണ്ട്. അത് സാധ്യതയാണ് വരാൻ. ജനറ്റിക് ഫാക്ടേഴ്സ് തന്നെയാണ്. മുമ്പ് ആർക്കും ഫാമിലിയിൽ ഇതേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വരാനുള്ള സാധ്യതകളുണ്ട്. ഒന്നാമത് ഈ ഒരു പിന്നെ നമ്മൾ പറയാറില്ല ഓവർട്ട് ബിഹേവിയറും കോവർട്ട് ബിഹേവിയറും എന്ന്. ഈ ഓവർട്ട് ബിഹേവിയർ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ആളുകൾ കുടുംബത്തിൽ ആർക്കെങ്കിലും പ്രശ്നങ്ങൾ അവർ കാണുകയാണ്. അവരെ മനസ്സിലെപ്പോഴും തൊടി ഞാനും ഇങ്ങനെ ആയി പോവോ എന്നുള്ളത് ഉണ്ടാവും. കാരണം ഫിസിക്കലി ആയിട്ട് കാണുകയാണ്. ഓൾറെഡി എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരാൾ സംഭവം ഉണ്ട്, അയാൾ കണ്ണുകൊണ്ട് കാണുകയാണ് എൻ്റെ കുടുംബത്തിൽ. അപ്പോൾ ആ ഒരു ചിന്ത കാരണം തന്നെ അയാളുടെ പ്രവർത്തനങ്ങൾ പതിയെ അതിലേക്കാവും. അതാണ് ജനറ്റിക്കലും ബയോളജിക്കലി എന്ന് പറയുന്ന സമയത്ത് ഒരു ബ്രെയിനുമായിട്ട് ബാധിക്കാനുള്ള സാധ്യതകൾ. അതായത് സെറോട്ടോണിൻ്റെയും അതേപോലെ ഈ ഡോപ്പമൈൻ്റെ ഉൽപ്പാദനത്തിൻ്റെ രാസപ്രവർത്തന ഏറ്റക്കുറച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിയാനങ്ങൾ സംഭവിക്കുന്ന സമയത്ത് ആൾക്ക് ഹൈ ആയിട്ട് എന്തെങ്കിലും സന്തോഷം കാണിക്കുന്ന സമയത്ത് ഡോപ്പമൈൻ ഹൈ ആയിട്ട് ഉയരും. അതേ സമയത്ത് സെറോട്ടോൺ അതിനെ താങ്ങി നിർത്താൻ പറ്റുന്നില്ല, അയാൾക്ക് ഒരേ ലെവലിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ പ്രശ്നങ്ങളായി. ഇതൊന്നും താങ്ങാൻ പറ്റാത്ത മറ്റൊരു ന്യൂറോൺ എന്താണ് GABA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രെയിൻ്റെ മറ്റൊരു ന്യൂറോൺ. ഇവരെ രണ്ടും പ്രശ്നങ്ങൾ തനിക്ക് ഏൽക്കൂല, അത് ഞാൻ ഏറ്റെടുക്കൂല എന്നുള്ള ചിന്തയോടെ അവിടെ നിൽക്കുന്ന സമയത്ത് ഈ രണ്ടത്തിനെ ഒഴിവാക്കിയിട്ട് ടെൻഷനായിട്ട് കൂടുതൽ അതവിടെ പ്രോസസ് ചെയ്ത് കൊടുക്കും ബ്രെയിനിലേക്ക്. ടെൻഷനായിട്ട് ഓവർ തിങ്കിങ് കാര്യങ്ങൾ. അപ്പോൾ ആൾക്ക് ബയോളജിക്കലി ആയിട്ട് ഈ പ്രശ്നങ്ങൾ പതിയെ പൂർണ്ണമായിട്ട് വരും. എല്ലാത്തിനും ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. ജനറ്റിക്, ബയോളജിക്കലി, എൻവിറോൺമെന്റ് ഒക്കെ വരും. ഞാൻ ഗ്രൂപ്പ് ഷെയർ ചെയ്യാം PPT. ഓക്കെ. ഇനി നമുക്ക് ചോദിക്കാനില്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? അടുത്ത ആഴ്ച കാണാം. ഓക്കെ സാർ, ഓക്കെ ആണ് സാർ. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ് സാർ. ഗുഡ് നൈറ്റ്. Thank you, sir. Good night.